ऋषिभ्यो नमः परमऋषिभ्यः हरिः ओम्। उपासकानां यदुपासनीयम् उपात्तवासं वटशाखिमूले तद्धाम दाक्षिण्यजुषा स्वमूर्त्या जागर्तु चित्ते मम बोधरूपम् अद्राक्षम् अक्षीणदयानिधानम् आचार्यमाद्यं वटमूलभागे मौनेन मन्दस्मितभूषितेन महर्षिलोकस्य तमोनुदन्तं विद्राविताशेषतमो गणेन मुद्राविशेषेण मुहुर्मुनीनां निरस्य मायां दयया विधत्ते देवो महांस्तत्त्वमसीति बोधम् ममाद्यदेवो वटमूलवासी कृपाविशेषात् कृतसन्निधानः ओङ्काररूपाम् उपदिश्य विद्याम् आविद्यगध्वान्तमपाकरोतु। श्रुतिस्मृतिपुराणानामालयं करुणालयं नमामि भगवत्पादशङ्करं लोकशङ्करम्। अपारसच्चित्सुखवारिराशेः यस्योर्मिमात्रं भुवनं समस्तं गुहाहितं तं रमणं गभीरं चिन्ताविहीनं हृदि चिन्तयामि। देहं मृण्मयवज्जडात्मकमहं बुद्धिर्न तस्यास्त्यतो नाहं तत्तदभावसुप्तिसमये सिद्धात्मसद्भावतः कोऽहं भावयुतः कुतो वरधिया दृष्ट्वात्मनिष्ठात्मनां सोऽहं स्फूर्तितया अरुणाचलशिवः पूर्णो विभाति स्वयं योऽन्तः प्रविश्य मम वाचम् इमां प्रसुप्तां सञ्जीवयत्य किल शक्तिधरस्वधाम्ना अन्यांश्च हस्तचरणश्रवणत्वकादीन् प्राणान्नमो भगवते पुरुषाय तुभ्यम्। എത്രാമത്തെ പാട്ടിലാണ്? 12. अद्वैतं परमार्थो हि द्वैतं तद्भेद उच्यते। അധ്യാത്മവിചാരത്തിൻ്റെ ലക്ഷ്യം അദ്വൈത തത്വനിശ്ചയമാണ്. ഇന്ദ്രിയങ്ങളിലൂടെ മനസ്സിലൂടെ ദ്വൈത പ്രതിഭാസം തോന്നിക്കൊണ്ട് തന്നെ ഇരിക്കും. ചിലർ പ്രതീക്ഷിക്കുകയാണ് ഇതൊക്കെ അസ്തമിച്ചു പോകും, സുഷുപ്തി പോലെ. അങ്ങനെ വരാം നിർവികൽപ്പ സമാധി. അങ്ങനെ വന്നാലും വീണ്ടും മനസ്സ് ഉണരും. ബാക്കിയുള്ള പ്രാരബ്ധശേഷം, പ്രാരബ്ധമുള്ളത് കൊണ്ടാണല്ലോ ജീവിക്കുന്നത്. അപ്പോൾ ശാസ്ത്രത്തിൻ്റെ ലക്ഷ്യം സ്ഥിതപ്രജ്ഞനായിട്ട് ഇരിക്കണം.
അല്ലാതെ എത്രയൊക്കെ നേരം നിങ്ങൾ ധ്യാനിച്ചിരുന്നാലും വിട്ടു ഉണരുമ്പോൾ നിങ്ങളുടെ പ്രാരബ്ധമൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. ചെരുപ്പ് അഴിച്ചു വയ്ക്കുമ്പോൾ അവിടെ ആയിരിക്കും വെയിറ്റ്. തിരിച്ചു പോകുമ്പോൾ ഇതങ്ങ് ലേറ്റായി ഞാൻ ചോദിക്കും, അവിടെ കാത്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ ചില അമ്പലങ്ങളിലൊക്കെ അങ്ങനെയുണ്ട്. ഉള്ളിൽ ചെല്ലുമ്പോൾ ഈ ബ്രഹ്മരക്ഷസ് ഉണ്ട്, തിരിച്ചു വരുമ്പോൾ പിടിക്കുന്നൊക്കെ പറയും. അതുകൊണ്ട് വേറെ ഡോറ് കൂടെ പുറത്തു പോകും. ഇതങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. ജീവൻ മുക്തനും പ്രാരബ്ധായ സമർപ്പിതം സ്വവപുഹു. ജീവൻ മുക്തൻ്റെ ശരീരം പോലും ലോകത്തിൽ നിൽക്കുന്നത് പ്രാരബ്ധം കൊണ്ടാണ്. അതുകൊണ്ട് ഒരു സ്തോത്രം തന്നെ ഉണ്ട്, പ്രാരബ്ധായ നമസ്കുർമഃ. പ്രാരബ്ധത്തിന് നമസ്കാരം. എന്താണെന്ന് വെച്ചാൽ പ്രാരബ്ധമുള്ളത് കൊണ്ടാണ് നമുക്ക് ഗുരുവിനെ കിട്ടുന്നത്. അല്ലെങ്കിൽ ആ ഗുരു, തത്വവിത്തായ ഗുരു, ലോകത്തിലൊന്നും പ്രവർത്തിക്കാതെ ലോകത്തിലൊന്നും വരാതെ അങ്ങനെ മറഞ്ഞുപോയി കളയും. അദ്ദേഹത്തിന് കുറച്ച് പ്രാരബ്ധമുള്ളത് കൊണ്ടാണ് ലോകത്തിലൊക്കെ വന്ന് എല്ലാവരുടെയും ജനങ്ങളുടെ ഇടയിലൊക്കെ വ്യവഹരിക്കേണ്ടി വരുന്നത്. നിലയോ മിനിഞ്ഞാന്നോ ആരോ ചോദിച്ചു, ശങ്കരാചാര്യർക്കും പ്രാരബ്ധമാണെന്നോ മനസ്സിനെ ഞാൻ ചോദിച്ചു. പ്രാരബ്ധമാണത്. നമ്മൾ മലയാളത്തിൽ പ്രാരാബ്ധം എന്ന് പറയും. അത് പ്രാരാബ്ധമല്ല, പ്രാരബ്ധം. പ്രകർഷേണ ആരബ്ധം. ഇപ്പം ഈ ഫാൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് ചുറ്റും. അതുപോലെ സത്യം അറിഞ്ഞു കഴിഞ്ഞ ശേഷവും ആ കർമ്മത്തിൻ്റെ ശേഷം ആ ജീവിതത്തിനെ കൊണ്ടു നടക്കും. അപ്പോൾ അവരവരുടെ വ്യവഹാരത്തിൽ എന്തൊക്കെ ബാക്കിയുണ്ടോ അതൊക്കെ മുമ്പിൽ വന്ന് നിൽക്കും. അതിനെയൊക്കെ തന്നെ തത്വദർശനം കൊണ്ട് സമമാക്കേണ്ടിയിരിക്കുന്നവർക്ക്. ഇതൊക്കെ തന്നെ ഞാൻ ഉള്ളിൽ ഏതൊരു ആത്മാവിനെ അറിഞ്ഞു, ആ ആത്മാ തന്നെയാണ് ഇതൊക്കെ. യാതൊന്നു കാൺപതതു നാരായണ പ്രതിമക, യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ. എൻ്റെ മുമ്പിൽ എന്തൊക്കെ കാണുന്നു അതൊക്കെ നാരായണ പ്രതിമ. എന്ന് വെച്ചാൽ ഭാര്യ, ഭർത്താവ്, കുട്ടികൾ, അടുത്ത വീട്ടുകാർ. അത് കഷ്ടമാണെന്നാണ്. എവിടെയാണോ കഷ്ടം അവിടെയാണ് ഉപയോഗിക്കേണ്ടത്. കഷ്ടമില്ലാത്ത സ്ഥലത്തൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ദൂരത്തുനിന്ന് മലയൊക്കെ നോക്കി അതിനെക്കുറിച്ച് കവിതയൊക്കെ എഴുതാം. അതിൽ കയറി ഇറങ്ങുമ്പോഴേ അറിയുള്ളൂ, കാല് വേദനിച്ചിട്ട്. അപ്പോൾ ദൂരത്തുനിന്ന് നോക്കുമ്പോൾ സൗന്ദര്യമുണ്ട് അല്ലേ? അതുപോരാ. നിങ്ങൾക്ക് അടുത്ത് വരുമ്പോൾ ഏത് നിങ്ങളെ വിഷമിപ്പിക്കുന്നു, ഏത് നിങ്ങളുടെ ഉള്ളിൽ ചിത്തവൃത്തികളെ ഉണ്ടാക്കണോ, അവിടെയാണ് ഭഗവത് ദർശനം മുഖ്യമായിട്ട് വേണ്ടത്. വിഷമിപ്പിക്കണതിന് ഒരു മരുന്നാണത്. നിങ്ങൾക്ക് ദ്വേഷം എവിടെ ഉണ്ടാവണോ അവിടെയാണ് ഈ മരുന്ന് പ്രയോഗിക്കേണ്ടത്. ഈ മരുന്നുകൊണ്ട് അതിനെ നീക്കം ചെയ്യേണ്ടിയിരിക്കുന്നു, അതിൻ്റെ വിഷം എടുക്കേണ്ടിയിരിക്കുന്നു, അതിൻ്റെ ദോഷം നിവർത്തിപ്പിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്നാലും നമുക്ക് ഇങ്ങനെ ഒരു ഭാര്യ, ഇങ്ങനെ ഒരു ഭർത്താവ്, ഇങ്ങനത്തെ കുട്ടികളൊക്കെ വേണോ സ്വാമി എന്ന് പറഞ്ഞാൽ അതാണ് ശങ്കരാചാര്യർ പറഞ്ഞത്, വിശ്വം ദർപ്പണ ദൃശ്യമാണ് നഗരീതുല്യം. കണ്ണാടി നോക്കിയിട്ട് എന്തു മുഖറിയാപ്പം അതെന്ന് പറഞ്ഞു. ആരുടെ മുഖം? എൻ്റെ മുഖമാണേ. അത് കണ്ണാടി നോക്കി കണ്ണാടി ചീത്ത പറഞ്ഞിട്ട് എന്ത് കാര്യം? അപ്പം എൻ്റെ മുഖം എങ്ങനെയോ അതുപോലെ കണ്ണാടി കാണിക്കും. എൻ്റെ ഉള്ളിൽ ഉള്ള ചില വസ്തുക്കളുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നാമരൂപങ്ങളാണ് പുറത്ത് കാണുന്നത്. കാരണമില്ലാതെ ഒന്നും വരില്ല. അവരൊക്കെ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തോ ഒന്ന് നിങ്ങളുടെ ഉള്ളിലുണ്ട്. എന്തുണ്ട്? അവരെ കണ്ടാലേ കലി വരണു പറഞ്ഞാൽ അത് തന്നെയുള്ളത്. അവരെ കാണുമ്പോഴേ ഇറിറ്റേഷൻ വരുന്നു, അത് തന്നെയുള്ളത്. അവരോട് വല്ലാത്ത അറ്റാച്ച്മെൻറ്റ് തോന്നും, അത് തന്നെയുള്ളത്. അപ്പോൾ ആ അറ്റാച്ച്മെൻറ്റിനെ അല്ലെങ്കിൽ ആ കലി വരണത്, ആ ദേഷ്യം വരണതിനെ ഈ സമബുദ്ധി കൊണ്ട് നീക്കം ചെയ്യൂ. ചിലപ്പോൾ അവർ ട്രാൻസ്ഫറായി പോകും. കാരണം ആ ക്ലാസ് നിങ്ങൾ പാസ്സായി കഴിഞ്ഞു. ചിലപ്പോൾ അവരുടെ ആവശ്യമില്ലാതാവുമ്പോൾ അത് വീണു പോകും, അല്ലെങ്കിൽ സമബുദ്ധിയോടുകൂടെ ശാന്തമായി തീരും. അപ്പോൾ പ്രകൃതിയിൽ ഇത് മാറ്റാൻ പറ്റാത്തൊരു നിയമമാണ്.
നമുക്ക് ചുറ്റുമുള്ളതൊക്കെ തന്നെ കണ്ണാടിയിലുള്ള റിഫ്ലക്ഷൻ പോലെയാണ്, ഒന്നും മാറ്റാൻ പറ്റില്ല. അപ്പം അതുപോലെ നമുക്ക് നാമരൂപാത്മകമായി എന്തൊക്കെയോ കാണുന്നു, ഉള്ളിൽ ചിത്തവൃത്തികളായിട്ട് അതിന് റിയാക്ഷൻ എന്തൊക്കെയോ, ഈ റിയാക്ഷൻ തോന്നുന്നത് തന്നെ നമ്മളുടെ ഉള്ളിൽ അതിൻ്റെ ബീജമുണ്ട് എന്നർത്ഥം. അപ്പോൾ പുറമേക്കുള്ള ആ രൂപത്തിനെയും അകമേക്ക് അതിനോടുള്ള റിയാക്ഷനെയും ആത്മസ്വരൂപമെന്ന് ശാന്ത ഉപാസീത, ഉപാസന ചെയ്യുമെന്നാ പറയണ ശ്രുതി. സർവം ഖലു ഇതം ബ്രഹ്മ തജ്ജലാനിതി ശാന്ത ഉപാസീത. ഇതൊക്കെ ബ്രഹ്മമാണ്, അതിൽ ജനിക്കുന്നു, അതിൽ നിൽക്കുന്നു, അതിൽ ലയിക്കുന്നു. തജ്ജലാൻ ഇത് ശാന്ത ഉപാസീത. ഇതാണ് ഭഗവാൻ. നോക്കൂ, ഈ പ്രക്രിയയാണ് എല്ലാ സ്ഥലത്തും. അരുണാചലത്തിനെ സ്തുതിച്ചു. അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞു, ത്വയി അരുണാചല സർവം ഭൂത്വ സ്ഥിത്വ പ്രലീനം ഏതച്ചിത്രം ഹൃദി അഹമിതി നൃത്യസിഭോഹോ തേ വദന്തി ഹൃദയം നാമ. നിന്നിൽ ഉദിക്കുന്നു, നിന്നിൽ നിൽക്കുന്നു, നിന്നിൽ ലയിക്കുന്നു. അപ്പം ഈ ഉദിച്ച് നിന്ന് ലയിക്കുന്നതൊക്കെ എന്താ? നീ തന്നെ. കടലിൽ അല ഉദിക്കുന്നു, അല നിൽക്കുന്നു, അല ലയിക്കുന്നു. പക്ഷേ അല കടലിൽ നിന്ന് എപ്പോഴെങ്കിലും പിരിഞ്ഞുവോ? ഇല്ല. കടലും വെള്ളം തന്നെ, തരംഗമും വെള്ളം തന്നെ, സമുദ്രവും തരംഗവും ഒരു വ്യത്യാസമില്ല. അതുകൊണ്ട് ഇതിന് താരംഗമെന്നും അതിന് തരംഗമെന്നും പേര്. സാമുദ്രോഹി താരംഗ. അപ്പോൾ ഇത് അതുകൊണ്ട് ഒരു വസ്തുവേ ഉള്ളൂ, ഏകമേവ അദ്വിതീയം നേഹനാനാസ്തി കിഞ്ചന. വസ്തു ഒന്നേ ഉള്ളൂ, നാനാത്വം അല്പം പോലും ഇല്ല. കിഞ്ചന എന്ന് വെച്ചാൽ അല്പം പോലും ഇല്ല. ഈ പലത് കാണുന്നുണ്ടല്ലോ, കാണും. അല കാണും, കുമിള കാണും, ഐസ് കട്ടി കാണും, നൊരയും പതയൊക്കെ കാണും. എല്ലാം വെള്ളം തന്നെ. സലിലയേകോ ദൃഷ്ടാദ്വൈതോ ഭവതി. ഒരേ ഒരു രസം പല വസ്തുക്കളായി നാമരൂപാത്മകമായി പിരിഞ്ഞ് പലതായിട്ട് കാണുന്നു, പല പല പൊരുളായിട്ട് കാണുന്നു. അതിൻ്റെ സാരവത്തായത് ഒന്നാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഇങ്ങോട്ട് നോക്കിയാലും മുമ്പിൽ നോക്കിയാലും പിമ്പിൽ നോക്കിയാലും പുറകുവശത്ത് നോക്കിയാലും മേലെയും ചുവട്ടിലുമൊക്കെ ആത്മാ തന്നെ എന്ന് പറഞ്ഞു ശ്രുതി. ഏവം വിജാനന്, ഇങ്ങനെ അറിഞ്ഞ ആൾക്ക് ആത്മാ പശ്ചാത് ആത്മാ പുരസ്താത് ആത്മാ ദക്ഷിണതഃ ആത്മോത്തരതഃ ആത്മൈവേദം സർവം. ഏവം പശ്യൻ ഏവം മന്വാനഃ ഏവം വിജാനൻ ആത്മരതിഃ ആത്മക്രീഡഃ ആത്മമിഥുനഃ ആത്മാനന്ദഃ സസ്വരാണു ഭവതി സർവേഷു ലോകേഷു കാമചാരോ ഭവതി. ആത്മാ പശ്ചാത് ആത്മാ പുരസ്താത് ആത്മാ ദക്ഷിണതഃ ആത്മോത്തരതഃ ആത്മൈവേദം സർവം. ഡിക്ലറേഷൻ എന്താണ്? ആത്മൈവേദം സർവം ഇദം സർവം യദയമാത്മാ. ഇവിടെ കാണപ്പെടുന്നതും അറിയപ്പെടുന്നതുമൊക്കെ ആത്മാവാണ്, ശുദ്ധ ചൈതന്യമാണ്. ബ്രഹ്മൈവേദമൃതം, ശബ്ദം മാറ്റി പറയണു ശ്രുതി. ബ്രഹ്മൈവേദമൃതം പുരസ്താത് ബ്രഹ്മ പശ്ചാത് ബ്രഹ്മ ദക്ഷിണതശ്ചോത്തരേണ അധശ്ചോർധ്വം ച പ്രസൃതം ബ്രഹ്മൈവേദം വിശ്വമിദം വരിഷ്ഠം. ഇത് മുഴുവനും ബ്രഹ്മം തന്നെയാണ്, ആത്മാ തന്നെയാണെന്ന് ശ്രുതി പല വിധത്തിലും വാക്കുകളെ മാറ്റി മാറ്റി അവതരിപ്പിക്കാം. അപ്പം സർവവും ആത്മസ്വരൂപമാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ശരീരമെന്നോ മനസ്സെന്നോ പ്രാണനെന്നോ അഹങ്കാരമെന്നോ ഞാനെന്നോ നീ എന്നോ ഒക്കെ തന്നെ അത് തന്നെ. ഒരുവനാമുന്നൈ ഒളിത്ത് എവർ വരുവാർ. നോക്കൂ, ഭഗവാന് ആദ്യം നിർവികൽപ്പ സമാധിയായിരുന്നു. തിരുവണ്ണാമലയിൽ വന്നപ്പോൾ പാതാളലിംഗത്തിലിരുന്നു. ഒരാഴ്ച 2 ആഴ്ച ഒക്കെ മറന്നുപോയി.
ശരീരപ്രജ്ഞയെ ഇല്ലാതിരുന്നു. എത്ര ദിവസം ഇരുന്ന് തന്നെ ആർക്കും അറിയില്ല. അവിടെ തോട്ടത്തിൽ പണിയെടുക്കുന്ന ഒരു മുതലിയാർ, അദ്ദേഹം പെട്ടെന്ന് ഒരു ദിവസം കണ്ടു ആ ഇരുട്ടുന്ന ആരോ പുറത്തു വരണു. നോക്കുമ്പോൾ ശേഷാദ്രി സ്വാമികൾ. അദ്ദേഹത്തിനകത്ത് അദ്ദേഹം ഇങ്ങനെ ഭ്രാന്ത് പോലെ നടക്കും, ഉന്മത്തനായിട്ട് നടക്കും, ഒരു സിദ്ധപുരുഷൻ. അദ്ദേഹം ഉള്ളിന്ന് പുറത്തു വരണം. പുറത്തു വന്ന് എന്നെ സ്വാമി അതുകൂടെ പോച്ച്, അത് മുഴുവൻ ഇരുട്ടാണ്, പാമ്പും തേളും ഒക്കെ കിടക്കും, പൊളിഞ്ഞ് കിടക്കുകയാണ്. ഇന്ന് കാണുന്ന അരുണാചലേശ്വരർ കോവിൽ വെച്ചൊന്നും നോക്കണ്ട, ഒക്കെ പൊളിഞ്ഞ് കിടക്കുകയാണ്. അപ്പം അതിനകത്തൊന്ന് വരണു, സ്വാമി എതുക്ക് അതുക്കുള്ള പോച്ച്? അതുക്കുള്ള ഒരു ചിന്ന സ്വാമി ഇருக்கு, പോയി പാറ്. എന്നിട്ട് പോയി അദ്ദേഹം അതിനകത്തൊരു സ്വാമിയുണ്ട്, പോയി നോക്കൂ പറഞ്ഞതും ഇവരൊക്കെ കൂടെ അതിനകത്ത് പോയി നോക്കിയപ്പോൾ കണ്ട് ഞെട്ടിപ്പോയി. കാരണം ഒന്നുമില്ല, വസ്ത്രമില്ല, ഒരു കുട്ടി ഇരിക്കുന്നുണ്ട്, ശരീരമൊക്കെ ചീഞ്ഞു പോയിരിക്കുന്നു, തുടയൊക്കെ കടിച്ച് ഈ ജന്തുക്കളൊക്കെ തിന്നിരിക്കുകയാണ് കുറേ. അങ്ങനെ എടുത്തു കൊണ്ടുവന്ന് പുറത്ത് കൊണ്ടുവന്ന് വെച്ചു. ബാഹ്യപ്രജ്ഞയേ ഇല്ല. അപ്പോൾ പിന്നെ പതുക്കെ പതുക്കെ വായിൽ ഇത്തിരി പാലും മഞ്ഞപ്പൊടി കലർന്ന അഭിഷേക പാലൊക്കെ ഒഴിച്ച് ഇങ്ങനെ ഇത്തിരി ആരൊക്കെയോ പ്രയത്നിച്ചു. അത് കഴിഞ്ഞ് ഭഗവാൻ എഴുന്നേറ്റാൽ വീണു പോകും. പിന്നെ ഉള്ളിൽ അവിടെ ഇലുപ്പ മരത്തിൻ്റെ ചുവട്ടിലിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ആരോ ഒരു ശൈവസിദ്ധാന്തത്തിൻ്റെ ഒരു ടീച്ചർ, അണ്ണാമലൈ തമ്പുരാൻ, അദ്ദേഹം വന്നിട്ടാണ് ഗുരുമൂർത്തത്തിലേക്ക് കൊണ്ടുപോയത്. അവിടെയും എന്ന് പറഞ്ഞല്ലോ ഇതുപോലെ ഇരുപ്പ് തന്നെ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭഗവാൻ പിന്നാലെ പറയുന്നുണ്ട്, നിശ്ചയിച്ചു എന്നാണ്, ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല, ഭിക്ഷ എടുക്കാൻ സ്വയമേവ പോകണം എന്ന് തീരുമാനിച്ചു. അതായത് എല്ലാവരുടെ ലൈഫിലും ചിലർക്ക് കുറച്ച് ദീർഘകാല സമാധി ഉണ്ടാവും, ചിലർക്ക് കുറച്ച് കാലം മതി, കുറച്ച് നേരത്തേക്ക് തത്വനിശ്ചയം വന്നാൽ മതി. അല്ലാതെ ഇതൊക്കെ അവരവരുടെ പ്രകൃതി അനുസരിച്ചാണ്. ഇപ്പം രാമകൃഷ്ണ പരമഹംസർക്ക് ഇതുപോലെയായിരുന്നു, ദീർഘകാല സമാധി. ചിലർക്ക് ഹ്രസ്വകാലത്തേക്കുള്ള സ്ഫൂർത്തിയെ മതിയാവും. ജ്ഞാനമാണ് മുഖ്യം, ബാഹ്യമായ സമാധിയല്ല. ബാഹ്യസമാധി ധാരാളം പേർക്കുണ്ടാവും. അവിടെ ദൃഢമായി ഭഗവാൻ അപ്പം നിശ്ചയിച്ചു, ഇനി പുറത്തു പോവാനും ഭിക്ഷയ്ക്ക് പോവുകയൊക്കെ ചെയ്തു. പതുക്കെ മലയുടെ മുകളിൽ കയറി എണ്ണ തേച്ച് കുളിക്കുകയൊക്കെ ചെയ്തു. ശരീരത്തിന് ഇത്തിരി ശക്തി വരുത്തിക്കണം, എല്ലാം ചെയ്തു. മലയിലൊക്കെ നടന്നു, ഒരുപാട് നടന്നു. അപ്പോൾ സഹജസ്ഥിതി അതാണ് പറയുന്നത്. ഒരുവനാമുന്നേ ഒളിത്തവർ വരുവാർ. കണ്ണടച്ചാലും അത് തന്നെ, കണ്ണു തുറന്നാലും അത് തന്നെ. കണ്ണു തുറന്ന് പഞ്ചഭൂതാത്മകമായി പ്രപഞ്ചം കാണുമ്പോഴും ഇതും ഈശ്വരസ്വരൂപം തന്നെ. ജഗത് ഈശധീയുക്ത സേവനം അഷ്ടമൂർത്തിഭൃദേവപൂജനം. ഇത് മുഴുവൻ ശിവന്റെ 800 യാവും ഇറയുരുവാമന എണ്ണി വഴിപടൽ ഉന്തിപ്പറ ഈശനർ പൂശനൈ ഉന്തിപ്പറ. ഈ കാണുന്നതൊക്കെ തന്നെ ഈശ്വരൻ്റെ സ്വരൂപമാണെന്ന് കാണുകയാണ്. ഇത് മുഴുവൻ ശിവസ്വരൂപമാണെന്ന് വെച്ചാൽ ചൈതന്യസ്വരൂപമാണ്. ഞാൻ ഉള്ളിൽ സാക്ഷാത്തായിട്ട് അറിഞ്ഞ വസ്തു തന്നെ പുറത്ത്. ഇതാണ് ഉത്തമ ഭക്തി. ഭാഗവതത്തിലെ ഭാഗവതോത്തമൻ എന്ന് പറയുന്നത് സർവഭൂതേഷു യഃ പശ്യേത് ഭഗവദ്ഭാവം ആത്മനഃ ഭൂതാനി ഭഗവതി ആത്മനി ഏഷ ഭാഗവതോത്തമഃ. ഭൂതങ്ങളിലൊക്കെ ഭഗവാനെ കാണുന്നു, ഭൂതങ്ങളെയൊക്കെ ഭഗവാനിൽ കാണുന്നു, ഭഗവാനെ ആത്മാവിൽ കാണുന്നു. ആത്മസ്വരൂപമായിട്ട് അറിയണമെന്ന്, ഈശ്വരനെ ആത്മസ്വരൂപമായിട്ട് അറിയുന്നു. ഏഷ ഭാഗവതോത്തമ. അവിടെ വാസനകളില്ല, രാഗദ്വേഷമില്ല. അതുകൊണ്ടാണ് അത് ശുദ്ധമായ പ്രിയം, പരാഭക്തി എന്നൊക്കെ പറയുന്നത്. ബന്ധമില്ല, ത്യാഗമോ സ്വീകരിക്കാനോ ത്യജിക്കാനോ ഒന്നുമില്ല. അഖിലവും ആ ശുദ്ധ ചൈതന്യസ്വരൂപമായിട്ടുള്ള ദർശനം, പ്രാമാണികമായ ദർശനം. ഈ പ്രാമാണികമായ ദർശനമാണ് ഒരുവനാമുന്നേ ഒളിത്തവർ വരുവാൻ. നോക്കൂ, കഴിഞ്ഞ പാട്ടിൽ പറഞ്ഞു ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളുള്ളിൽ പോകുന്നു, ചഞ്ചലപ്പെടുത്തും. ഈ പാട്ടിൽ പറഞ്ഞു ഒന്നേ ഉള്ളൂ. അപ്പം അത്
നമുക്ക് ആ ദൃഷ്ടി എടുക്കണമെന്നർത്ഥം. ആ ദൃഷ്ടിയെ സ്വീകരിക്കണം. നമുക്ക് മനസ്സ് ചഞ്ചലപ്പെടുകയോ കാണുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഇതെല്ലാം തന്നെ യാതൊന്നു കാൺപതതു നാരായണ പ്രതിമ. അപ്പോൾ ശംഖചക്ര ഗദാപാണിയായി നീല കളറിൽ കാണണമെന്നൊന്നും വിചാരിക്കേണ്ട. ഇങ്ങനെ കാണും. അങ്ങനെ കാണുമ്പോഴും ശ്രുതിപ്രാമാണ്യം കൊണ്ട് ഇത് നാരായണനാണ്, നാരായണൻ തന്നെയാണ്. വിശ്വം വിഷ്ണു, വിശ്വം മുഴുവൻ വിഷ്ണുവാണ്. സകല ഭൂതങ്ങളും വിഷ്ണുവാണ്, സർവപ്രാണികളും വിഷ്ണുവാണ്. എല്ലാ രൂപത്തിലും വിഷ്ണു ഇരിക്കുന്നു. ഘോരമായ രൂപത്തിലും അഘോരമായ രൂപത്തിലും ശിവൻ ഇരിക്കുന്നു. അഘോരേഭ്യോ ഘോരേഭ്യോ ഘോര ഘോരതരേഭ്യഃ. ജീവിതത്തിൽ ചില അനുഭവങ്ങളൊക്കെ വരുമ്പോൾ ഘോരതരം. അഘോരം എന്ന് വെച്ചാൽ ശാന്തം. അഘോരികൾ എന്ന് പറയണ്ടല്ലോ അല്ലേ? ആളുകൾ അഘോരി എന്ന് പറഞ്ഞാൽ അതിനെ ഭയങ്കരം എന്നാണ് വിചാരിക്കുന്നത്. അഘോരം എന്ന് പറഞ്ഞാൽ ശാന്തമാണ്. അഘോരി എന്ന് പറഞ്ഞാൽ ശാന്തൻ എന്നർത്ഥം. പരമപ്രശാന്തനായിട്ടുള്ള യോഗിയെയാണ് അഘോരി എന്ന് വിളിക്കേണ്ടത്. ബാക്കിയുള്ളവരൊക്കെ ഘോരികളാണ്, ഘോരമായിട്ടുള്ളവരാണ്. പക്ഷേ എന്താ ആ വാക്ക് അങ്ങനെ യൂസ് ചെയ്തിട്ട് അഘോരി എന്ന് കേൾക്കുമ്പോഴത്തേന് ഭയങ്കരം തോന്നുകയാണ്. അഘോരം അതിന് ഓപ്പോസിറ്റാണ് അഘോരം. അപ്പോൾ അഘോരേഭ്യോ ഘോരേഭ്യോ ഘോര ഘോരതരേഭ്യഃ സർവേഭ്യഃ സർവശർവേഭ്യോ നമസ്തേ അസ്തു രുദ്രരൂപേഭ്യഃ. സർവേഭ്യഃ എല്ലാ രൂപത്തിലുള്ള ശിവന് നമസ്കാരം, എല്ലാ ഭാവത്തിലുള്ള ശിവന് നമസ്കാരം. എങ്ങനെ വന്നാലും ഇനി ഞാൻ പറ്റിക്കപ്പെടില്ല എന്നർത്ഥം. ഭഗവാൻ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുകയാണ്. വേഷം മാറി 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 വരും. നിങ്ങളുടെ സാമർഥ്യം പോലെ ഇരിക്കും. നിങ്ങൾ പറ്റിക്കപ്പെട്ടാൽ പോയി. ഈ രൂപം കണ്ടിട്ട് അയ്യോ പറ്റിക്കപ്പെട്ടാൽ പോയി. ആ രൂപത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ആളെ കാണണം. അതിനകത്തുള്ള ആൾ എന്ത് വേഷം കെട്ടിക്കൊണ്ടുവന്നാലും ഇനി എന്നെ പറ്റിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ ബുദ്ധി പറയണതാണ് ഞാൻ സ്വീകരിക്കണമെങ്കിൽ ശൂതേ ഇത് അരുണാചല, പറ്റിക്കപ്പെട്ടു എന്നർത്ഥം. ഉന ഏമാറ്റി, ചതിക്കപ്പെട്ടു എന്നർത്ഥം. ഉള്ളിലുള്ള വിവേകം ശ്രുതി പറയണതാണ് ഞാൻ സ്വീകരിക്കണതെങ്കിൽ, പ്രമാണവചസ്സാണ് സ്വീകരിക്കണതെങ്കിൽ ഇനി പറ്റിക്കപ്പെടില്ല. എൻ്റെ ബുദ്ധിയിൽ പലതും തോന്നും, മനസ്സിൽ പലതും തോന്നും, അതൊന്നും കാര്യമില്ല. അതുകൊണ്ടാണ് ഈ അമ്പലത്തിലൊക്കെ മൂർത്തി ഇരുട്ടിൽ വെക്കണതേ. അടുത്ത് പോയി ലൈറ്റൊക്കെ ഇട്ട് നോക്കിയാൽ അതിൽ എത്ര വെട്ടുണ്ട്, എത്ര കുത്തുണ്ട്, എത്ര മുറിഞ്ഞിട്ടുണ്ടോ ഒക്കെ നോക്കും നമ്മൾ. ദൂരത്തുനിന്ന് നോക്കി കണ്ണിൽ കണ്ണീരൊഴുക്കി അല്ലേ. അപ്പോൾ ഒരാൾ പിറുപിറുത്തു. ആരാന്ന് വെച്ചാൽ ഈ നിൽക്കണ അടുത്തുള്ള കല്ല്, അത് പിറുപിറുത്തു. അപ്പം ഞങ്ങളെ ഒരേ കുടുംബക്കാരാണ്, പണ്ട് ഒന്നിച്ചിരുന്നതാണ്. അവൻ്റെ ഒരു ഗതി എൻ്റെ മേലെ കയറി നിന്ന് അവനെ നോക്കി കരയാണ്, കണ്ണീരൊഴുക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഓരോരുത്തരുടെ യോഗ എന്ന് പറയുകയാണ്. ഞങ്ങൾ ഒരേ സ്ഥലത്ത് ഒരേ ഫാമിലിയിൽപ്പെട്ട ആളുകളാണ്. എന്ത് ചെയ്യാം, ഒരേ സമയത്ത് കൊണ്ടുവന്നതാണ്. എന്ത് വ്യത്യാസം വന്നു? അപ്പോൾ ഭാവം. ശാളഗ്രാമേഥാ വിഷ്ണു. ശങ്കരാചാര്യർ അതാണ്. ശാളഗ്രാമം കണ്ടു, കണ്ണിൽ കണ്ണീർ വന്നു. നാരായണനാണ്. എങ്ങനെ? പ്രമാണമാണ്. ശാളഗ്രാമത്തിൽ ശംഖം ചക്രം കഥയൊന്നുമില്ല. അതൊരു ഉരുണ്ടക്കല്ല്. ഞങ്ങളുടെ അവിടെ ഒരു വീട്ടിൽ ധാരാളം ശാളഗ്രാമുണ്ട്. നല്ല ഭക്തൻ പൂജ ചെയ്യും. പൂജ കഴിഞ്ഞത് ആ വീട്ടിലെ കുട്ടികളെ ശാളഗ്രാമമൊക്കെ കളിക്കാൻ എടുത്തോളൂ. അദ്ദേഹം പറയും കൊണ്ടുപോയി കളിക്കട്ടെ എന്നാണ്. അങ്ങനെ ഭഗവത് സമ്പർക്കം വരട്ടെ കുട്ടികൾ. അതൊക്കെ ഇങ്ങനെ ഉരുട്ടി വിട്ടുകൊണ്ടിരിക്കും. ശാളഗ്രാമം ഭഗവാന്റെ സ്വരൂപമാണെന്ന് പ്രമാണമാണ്, പ്രമാണവാക്യമാണ്. ആ പ്രമാണവാക്യം വെച്ചുകൊണ്ടാണ് അതിനെ ഭഗവാൻ എന്ന് സ്വീകരിക്കുന്നത്. അതേപോലെ
ഇവിടെ കാണുന്നതൊക്കെ തന്നെ ഭഗവാനാണെന്ന് പ്രമാണവാക്യം, ശ്രുതിപ്രമാണവാക്യം. ശങ്കരാചാര്യർ നമ്മൾ രാവിലത്തെ പ്രഭാഷണത്തിൽ കണ്ടു, ഇത്രയും ഉപനിഷത്ത് പറഞ്ഞിട്ട് ഇവർ കേൾക്കണില്ല. ഞാൻ ഇന്നയാളുടെ മകനാണ്, ഇന്നയാളുടെ പേരക്കുട്ടിയാണ്, ഇന്നയാളുടെ. അദ്ദേഹത്തിനെ അറിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ അമ്മാവൻ്റെ അനിയൻ്റെ ഭാര്യയുടെ അടുത്ത വീട്ടിലുള്ള ആളുടെ ആരുമല്ല. ഇതാണ് ഇപ്പോൾ പോക്ക്. ഇങ്ങനെ പോവാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ആളുകളെ അറിയണത്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് വരുമ്പോഴാണ് അറിഞ്ഞാൽ അതല്ല ആളെന്ന്. അതാണ് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരാളെ പരിചയപ്പെടാൻ വളരെ എളുപ്പമാണ്. അയാൾ ചൈതന്യമാണ്, ആത്മാവാണ്. ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു പാലക്കാട്. അവർക്ക് ഓർമ്മ തെറ്റിപ്പോയി, നല്ലവണ്ണം മറന്നുപോയി. പക്ഷെ മറന്നും സമ്മതിക്കുകയില്ല. ആ ഒരു കാര്യം മാത്രം നിശ്ചയമായിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ പേരക്കുട്ടി ചെന്നിട്ട് എവിടെയോ ദൂരത്ത് പോയിട്ട് വന്നു. ചെന്നിട്ട് പറഞ്ഞു, എന്നെ ഓർമ്മയുണ്ടോ ചോദിച്ചു. ഓ ഇല്ല എന്ന് പറയില്ല. ആരാ പറയൂ നോക്കട്ടെ, നീ പറയൂ നോക്കട്ടെ തോന്നുന്നു. നീ പറയൂ നോക്കട്ടെ തോന്നുന്നു. വലിയ തത്വവിചാരമാണ്. നീ ആദ്യം പറയൂ നീ ആരാന്നുള്ളത്. അപ്പോൾ ഇത് മറന്നു പോയിരിക്കണം. നമുക്ക് നമ്മളെ തന്നെ മറന്നു പോയിരിക്കണം. സർവഭൂതങ്ങളിലും ഒരേ വസ്തുവാണ്. അറിയണ കാര്യം വളരെ എളുപ്പമാണ്. ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ആത്മാവാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ എല്ലാവരും നമ്മുടെ ആളുകളാണ്. മൈത്രീഭാവം വന്നു പോകും. സർവത്ര ആത്മേശ്വരാൻവീക്ഷ കൈവല്യമനികേതതാം. അദ്വൈതഭാവം വന്നു. അതാണ് പരമഹംസധർമ്മം. സർവഭൂത സുഹൃത്ത്. എവിടെ പോയാലും ആളുകളാണ്. നമ്മൾ വിചാരിക്കണം നമ്മുടെ വീട്ടിലേ നമുക്ക് നോക്കാൻ ആളുള്ളൂ, നമ്മളുടെ കുട്ടികളെ നമ്മൾ നോക്കുള്ളൂ. കുട്ടികളൊക്കെ എവിടെയോ പോയി കിടക്കണം. പ്രത്യക്ഷ നിദർശനമാണ് ഇപ്പോൾ പോകുന്ന സ്ഥലത്തൊക്കെ. വളരെ അപൂർവ ആളുകൾക്കേ മക്കളും പേരക്കുട്ടികളൊക്കെ നോക്കാനുള്ളൂ. ആരുമില്ല, ഒറ്റ ആളില്ല. വലിയ വീട്, ഇത് മകനാണ്, ഇത് പേരക്കുട്ടിക്കാണ്, ഇത് അമ്മ പിന്നെ അയാൾക്കാണെന്നൊക്കെ പറഞ്ഞ് കെട്ടിയിട്ടൊക്കെ കാലിയായിട്ട് ഒരാളില്ല. ഒരു വയസ്സായ മുത്തശ്ശൻ, ഒരു മുത്തശ്ശി. ഇതൊന്നും പോരാത്തത് മകൻ അച്ഛന് ബർത്ത്ഡേ പ്രസൻറ്റേഷനായിട്ട് അവിടുന്ന് ഓർഡർ ചെയ്തിട്ട് ഒരു ഫോമറേണിയൻ നായ്ക്കുട്ടിയെ വാങ്ങിച്ചു. രാവിലെ എണീറ്റ് പാവം ഈ വയസ്സായ ആൾ ഇതിനെയും കൊണ്ടുപോയിട്ട് ദ്വൈതത്തിന് കൂട്ടിക്കൊണ്ടുപോകും. എന്ത് ചെയ്യും? അപ്പോൾ ഒരാൾ പറഞ്ഞു, ഇത് പ്രാരബ്ധമല്ല മഹാപാപം എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വിചാരിക്കുക നമുക്ക് നമ്മളുടെ എൻ്റെ എന്നുള്ളത് വേണം. ഒന്നും വേണ്ട. നമുക്ക് എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതാണ്. കൊച്ചിയിൽ വന്ന ഇവിടെ ഒരു വീടുണ്ട്, എറണാകുളത്ത് പോയാൽ അവിടെ ഉണ്ട്, പാലക്കാട് പോയാൽ അവിടെ ഉണ്ട്, ബോംബെയിൽ പോയാൽ അവിടെ ഉണ്ട്. എവിടെ പോയാലും എല്ലാവരും നമ്മളുടെ ആളുകളാണ്. 27 വർഷമായി ഇവിടെ, 24 വർഷം, 25 വർഷമായി. എല്ലാം മിത്രഭാവേന സംപ്രാപ്തം. ആര് വേണമെങ്കിലും നോക്കും, ആര് വേണമെങ്കിലും നമുക്ക് വേണമെന്നുള്ളപ്പോൾ മുമ്പിൽ വന്ന് നിൽക്കും. അതാണ് ഈശ്വരൻ നോക്കുക എന്ന് പറയുന്നത്. അതാണ് അവിതഥാഭിസന്ധിഹി എന്ന് ഭാഗവതം പറഞ്ഞു. വിതഥം എന്ന് വെച്ചാൽ കള്ളം, നുണ. അവിതഥം എന്ന് വെച്ചാൽ സത്യം. സത്യമായ റിലേഷൻഷിപ്പ് അത് ഭഗവാന്റെ അടുത്ത് മാത്രമാണെന്ന്. അപ്പോൾ എപ്പോൾ വേണോ അപ്പോഴേ വരുള്ളൂ. മറ്റേ ആളുകൾ വേണ്ടാത്ത സമയത്തൊക്കെ വർത്തമാനം പറയാൻ വരും. വേണ്ട സമയത്ത് വിളിച്ചാൽ പരിധിക്ക് പുറത്താണെന്ന് പറയും. കിട്ടേയില്ല.
വേണ്ടാത്ത സമയത്ത് കഴുത്തിറക്കും. വന്നിട്ട് ഒന്ന് പോയാൽ വേണ്ടില്ല എന്നൊന്നും തോന്നിയേ. അപ്പോൾ പരമാർത്ഥമായ ദർശനം വരുമ്പോൾ സർവഭൂതങ്ങളിലും ഈ ആത്മദർശനം വരികയാണെങ്കിൽ ജഗത്ത് മുഴുവൻ ഒരു വസ്തുവാണ്. ഇത് മുഴുവൻ വിശ്വം എത്ര വിശ്വം ഭവത്യേകനീടം. വിശ്വം മുഴുവൻ ഒരു മരക്കൊമ്പ് പോലെയാണെന്നാണ് പറഞ്ഞത് ശ്രുതി. ഒരു മരക്കൊമ്പ് പോലെയാണ്. വളരെ ചെറുതായി പോയി എന്നർത്ഥം. വളരെ അല്പമായിപ്പോയി ലോകം. എവിടെ ചെന്നാലും ഒന്ന് തന്നെ. അപ്പോൾ ഒരുവനാമുന്നൈ ഒളിത്തിയവർ വരുവാർ ഉൻഷൂദേത് അരുണാചല. ആ ഒരു വസ്തുവിനെ അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ കാണുന്നു, പറ്റിക്കപ്പെട്ടു. ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആള് പറ്റിക്കപ്പെട്ടു. എപ്പോൾ വേണമെങ്കിൽ ചതിക്കും. നിങ്ങൾ അറ്റാച്ച്ഡായിട്ടുള്ള വ്യക്തികളും വസ്തുക്കളും ഒക്കെ എന്തെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് വളരെ വേദന തന്ന് വിട്ടുപോകും എന്നാണ് ഉപനിഷത്ത് പറയുന്നത്. എല്ലാം വിട്ടുപോകുന്നതാണ്. നമ്മളുടെ ശരീരമേ പോകും. പിന്നെന്താ? മനസ്സിലുള്ള ഭാവങ്ങളൊക്കെ മാറിപ്പോയിക്കൊണ്ടിരിക്കും. വിട്ടുപോവാത്ത വസ്തു വേണോ? നിത്യസിദ്ധമായ ആത്മവസ്തു, നിത്യനിരന്തരം പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന സത്യത്തിനെ അറിയാം. ബാക്കിയൊക്കെ വരും പോകും, വരും പോകും, വരും പോകും. ബ്രഹ്മതം പരാദാദ്യോ ആത്മനോന്യത്ര ബ്രഹ്മവേദ ക്ഷത്രം തം പരാദാദ്യോന്യ ആത്മനോന്യത്ര ക്ഷത്രം വേദ. എല്ലാം വിട്ടുപോകുന്നു, പരിത്യജിച്ചു പോകും, വേദനയോടെ വിട്ടിട്ട് പോകും. അങ്ങനെ വേണ്ടെങ്കിൽ ഇതം സർവമിതയമാത്മാ, ഇതൊക്കെ ഞാൻ തന്നെയാണ്, ആത്മസ്വരൂപമാണെന്ന് അറിഞ്ഞാൽ ആരും അന്യനല്ല. ഒരുവനാമുന്നൈ ഒളിത്ത് എവർ വരുവാർ ഉൻഷൂത്. ആ ഭഗവാനല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ, ഞാൻ, എൻ്റെ, അത് ഇതെന്ന് വന്ന് കാണുമ്പോൾ ശൂത് എന്ന് പറഞ്ഞു. നോക്കൂ, പ്രാക്ടിക്കലായിട്ട് നമുക്ക് ഇതൊക്കെ കുട്ടികളെ നോക്കട്ടെ, അതല്ല ഇത് പറയണത്. അത് തെറ്റിദ്ധരിക്കരുത്. അതിൻ്റെ അർത്ഥം ഇതിൻ്റെ മർമ്മം അറിഞ്ഞുകൊള്ളണമെന്ന് മാത്രമാണ്. വ്യവഹാരത്തിന് വേണ്ട പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യേണ്ടതൊക്കെ വിടാനല്ല ഇത്. പക്ഷേ ഈ സത്യം അറിഞ്ഞുകൊള്ളുക. എവിടെയെങ്കിലുമൊക്കെ ഇൻറ്റൻസായിട്ട് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ മൃദുവികാരങ്ങളായിക്കോട്ടെ എന്നാണ് യോഗവാസിഷ്ടം പറയുന്നത്. എല്ലാവരുടെ സ്നേഹവും കാര്യങ്ങളും ചെയ്യേണ്ട കർമ്മങ്ങളും ധർമ്മവും ഒക്കെ ചെയ്തോളൂ. പക്ഷേ ഇൻറ്റൻസായിട്ട് തീവ്രമായിട്ട് എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് അപകട സാധ്യതയുള്ളതാണ്. അത് അറ്റാച്ച്മെൻ്റ് ആവട്ടെ, വെറുപ്പാവട്ടെ, എന്താവട്ടെ, പ്രബലമായിട്ട് വരണമെങ്കിൽ സൂക്ഷിച്ചോളൂ. അപ്പോൾ ഈ മരുന്ന് പ്രയോഗിക്കണം. ഈ മരുന്ന് പ്രയോഗിച്ച് അതിനകത്തുള്ളതും ആത്മാവാണ്, ഭഗവാനാണ്, ഈശ്വരനാണെന്നൊക്കെ അറിഞ്ഞുകൊള്ളണം. അങ്ങനെ ആ ശൂത്, ആ പറ്റിക്കപ്പെടലിൽ നിന്നും രക്ഷപ്പെടണം. ആ ഏകത്വ ദർശനത്തിലേക്ക് വരുമ്പോൾ എന്താ പ്രയോജനം? സമത്വം. അതാണ് രമണ മഹർഷി. രമണ മഹർഷി എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് ഉടനെ തോന്നുന്നത്? സമത്വം, സമസ്ഥിതി, ശാന്തി, സ്ഥിതപ്രജ്ഞൻ. ഗീതയിൽ സ്ഥിതപ്രജ്ഞന് ഒരു ദൃഷ്ടാന്തം. സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ എന്നിങ്ങനെ കാണിച്ചു കൊടുക്കാം. സമത്വം എന്താ? ആ സമത്വത്തിൻ്റെ രഹസ്യമാണ് ഭഗവാൻ ഇവിടെ പറയണത്. ഒന്നേ ഉള്ളൂ എന്നാണ്. ഒരുവനാമുന്നൈ ഒളിത്തവർ യാതൊന്നു കാൺപതതു നാരായണ പ്രതിമ. കാണുന്നത്. യാതൊന്നു കേൾപ്പതത്. പലരും പലതും പറയും. അദ്വൈതം പ്രായോഗികം അങ്ങനെയാണ്. ചിലർ നമ്മൾക്ക് പിടിക്കാത്തത് പറയും, നമ്മളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയും. പറയാതിരിക്കാൻ പറ്റുകയില്ലേ? പറയും. നമ്മൾ പറയണില്ലേ, വെറുതെ ഇരിക്കണ ഇരിപ്പിൽ ഇവരെ അവരെയൊക്കെ കുറിച്ച് എന്തൊക്കെ പറയണം. ഗോസിപ്പ് അല്ലേ? എന്തെങ്കിലുമൊക്കെ ആരെക്കുറിച്ചും വെറുതെ വിളിച്ച് പറയേണ്ടത്. ഇപ്പോൾ മന്ത്രിമാരെക്കുറിച്ച്, രാഷ്ട്രീയക്കാരെക്കുറിച്ച്, അവർക്ക് തൊലിക്കെട്ടിയായതുകൊണ്ടോ അല്ലെങ്കിൽ ചെവി കേൾക്കാത്തതുകൊണ്ടോ കുഴപ്പമില്ല. ഇതേ കാര്യം നമ്മളെക്കുറിച്ച് ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ നമുക്ക് വിഷമമാവും. അപ്പോൾ ഇങ്ങനെ പലരെക്കുറിച്ച് നമ്മൾ വിളിച്ച് പറയുന്നുണ്ട്. അതേപോലെ നമ്മളെക്കുറിച്ച് പറയും. ഇങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾക്ക് ഡിസ്റ്റർബിങ് ന്യൂസ് നമ്മളുടെ ചെവിയിൽ കേൾക്കും. ഇതൊക്കെ കേൾക്കുമ്പോൾ
യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ. അർത്ഥമേ ഇല്ല. ഒരു ആ ശബ്ദം ശബ്ദബ്രഹ്മമാണ്, ശബ്ദം നാരായണനാണ്. അങ്ങനെ എടുക്കാൻ പറ്റുമോ? ആ ശബ്ദം പുറത്തെന്തോ പറയണു, ഉള്ളിൽ അതിൻ്റെ പ്രതിധ്വനി ഉണ്ടാവുന്നു. അതൊക്കെ ഭഗവത് സ്വരൂപം. ഏകനാഥസ്വാമി മഹാരാഷ്ട്ര സന്തുക്കളിൽ അദ്ദേഹത്തിൻ്റെ കഥയിൽ പറയും, ഒരാളെ എല്ലാവരും കൂടെ സ്ക്രൂ കൂട്ടിവിട്ട് അദ്ദേഹത്തിന് ദേഷ്യം പിടിപ്പിക്കുക എന്ന് പറഞ്ഞു വെച്ചു അത്രയും. അപ്പോൾ ഇയാൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ വന്ന് കുറേ ചീത്ത വിളിച്ചു, പലതും പറഞ്ഞ് ബഹളം കൂട്ടി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഏകനാഥൻ കയ്യിൽ പാല് പഴമൊക്കെ എടുത്തുകൊണ്ട് വന്നു അത്ര വീട്ടിൽ നിന്ന്. എന്നിട്ട് പറഞ്ഞു, ഇത്ര നേരമായി ഇവിടെ ഇരുന്ന ശബ്ദബ്രഹ്മം പുറപ്പെടുവിക്കുകയാണ്. വേറൊരു അർത്ഥവും കൊടുത്തില്ല എന്നാണ്. നല്ല അദ്വൈതജ്ഞാനിയാണ് അദ്ദേഹം. അപ്പോൾ ആ ആളെ പിടിച്ചിരുത്തി പാലൊക്കെ കൊടുത്ത് ഇനി പറഞ്ഞോളൂ എന്നാണ്. ഇത് വേണമെങ്കിൽ പറഞ്ഞോളൂ. അതിനർത്ഥമൊന്നും കൊടുത്തില്ല എന്നർത്ഥം. നമ്മളെ അറിയാത്ത ഭാഷയിൽ ആരെങ്കിലും ചീത്ത പറഞ്ഞാലേ നമുക്ക് ചിലപ്പോൾ ചിരിച്ചുകൊണ്ടേ ചിലപ്പോൾ പറഞ്ഞു എന്ന് വെച്ചോളൂ. നമുക്ക് വല്ലതും മനസ്സിലാവും, എന്തോ നല്ലത് പറഞ്ഞതാണോ വിചാരിക്കും. ചീത്തയാണ് പറഞ്ഞത് ഒന്നും അറിയില്ല. ഇപ്പോൾ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ഭാഷ മനസ്സിലാവണമെന്നുള്ളതാണോ കുഴപ്പം? പലതും മനസ്സിലായിട്ടില്ലെങ്കിൽ കുഴപ്പമേ ഇല്ല. എന്തെങ്കിലുമൊക്കെ ആളുകൾ പറഞ്ഞോട്ടെ, അത് നമുക്ക് അർത്ഥമാവില്ല. അപ്പോൾ ശബ്ദജ്ഞാനാനുപാതി വസ്തുശൂന്യോ വികൽപ്പ. ഈ ശബ്ദം ഇങ്ങനെ പുറപ്പെടുവിക്കുകയാണ് ആളുകൾ ഓരോന്നും. അതൊക്കെ നാരായണ ധ്വനി. ഇപ്പം നോക്കൂ, രാവിലെ എണീറ്റ കിളികൾ കൂജനം ചെയ്യുന്നു. കളകളാരവം എന്നാണ് നമ്മൾ പറയണത് അല്ലേ? അവരെന്തു പറയണോ ആർക്കെന്തറിയാം? നമ്മളെപ്പോലെ രാവിലെ എണീറ്റ് ആരെങ്കിലും ചീത്ത പറയുമോ, എന്തെങ്കിലും ടെൻഷനിൽ വല്ലതും പറയുമോ? ആയിരിക്കാം. നമുക്ക് ആ ശബ്ദം കേൾക്കുമ്പോൾ എന്തു സുമധുരമായി കവിത എഴുതൂ നമ്മൾ അല്ലേ? ചിലപ്പോൾ അവർക്ക് അറിയായിരിക്കും, നമുക്കറിയോ? അവർക്ക് അറിഞ്ഞിട്ടെങ്കിൽ 4 ചീത്തയും വിളിച്ചിട്ട് പോകും. ഞാനേ ഇവിടെ വിഷമിച്ചിരിക്കണം, നീ കവിത എഴുതുക എന്ന് പറയും അല്ലേ? മനസ്സിലാവാത്തത് കൊണ്ട് കളകളാരവം, കളകളധ്വനികൾ എന്നൊക്കെ പറഞ്ഞ് കവിത എഴുതി സാഹിത്യ അക്കാദമി അവാർഡും. അപ്പോൾ ആ ശബ്ദത്തിനെ മാത്രം എടുത്തു, അതിൻ്റെ മാധുര്യമെടുത്ത് അത് നാദബ്രഹ്മമാണ്, ശബ്ദബ്രഹ്മമാണെന്ന് എടുത്താൽ യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ. നോക്കൂ, 2 പ്രശ്നം പരിഹരിച്ചു. ഒന്ന് കണ്ണിന് മുമ്പിൽ കാണുന്നത്, കണ്ണിന് മുമ്പ് കാണുന്നത് അല്ലെങ്കിൽ മനസ്സുകൊണ്ട് കാണുന്നത്. അതിനി വരും. കണ്ണിന് മുമ്പിൽ കാണുന്നത്, ഇഷ്ടപ്പെടാത്തത് കണ്ടാലും ഇതും നാരായണ സ്വരൂപമാണ്. ഇങ്ങനെ പഠിക്കാൻ ട്രെയിനിങ് ആണ്. പലപ്പോഴും ശ്രാദ്ധമൊക്കെ ചെയ്യുമ്പോൾ ബ്രാഹ്മണരെ വിളിച്ചു വരുത്തി ഇത് മഹാവിഷ്ണു സ്വരൂപമാണ്, പാദപ്രക്ഷാളനമൊക്കെ ചെയ്ത്. ഒരാളെന്നോട് പറഞ്ഞു, ഇവരെയൊന്നും ഞാൻ വിളിച്ച് കാല് കഴുകില്ല, നല്ല വൈദിക പരമ്പരയിൽ വന്ന ആളാണ്. പറഞ്ഞു, അയ്യേ ഇവരെ ഒരു സംസ്കാരവുമില്ല, ഒരു സന്ധ്യാവന്തനവുമില്ല, ഒന്നുമില്ലാത്ത ആളുകളാണ്. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, നോക്കൂ, ഒന്നില്ല അങ്ങനെയുള്ള ആളെ കിട്ടണം, ഇല്ലെങ്കിൽ കിട്ടിയത് അഭ്യാഗത സ്വയം വിഷ്ണു. ആര് വന്നിരിക്കണോ അത് വിഷ്ണുവാണ്. അത് നാരായണ സ്വരൂപമായിട്ട് കണ്ടുകൊള്ളണം, ഈശ്വര സ്വരൂപമായിട്ട് കാണണം. അത് വലിയ ട്രെയിനിങ് ആണ്. അവരുടെ ദോഷങ്ങളൊന്നും കാണാൻ പാടില്ല. പരസ്വഭാവ കർമാണി ന പ്രശംസേത് ന ഗർഹയേത് വിശ്വമേകാത്മകം പശ്യൻ പ്രകൃത്യാ പുരുഷേണ ച. മറ്റുള്ളവരുടെ സ്വഭാവമോ അവരുടെ കർമ്മങ്ങളെയോ പ്രശംസിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യരുത്. അതിന് പുറകിലുള്ള ഏകാത്മാവിനെ കാണാൻ അഭ്യസിക്കുകയാണ്. മറ്റുള്ളവരെ കാണുമ്പോൾ നിങ്ങൾ അധ്യാത്മപഥത്തിൽ നിന്നും വീണുപോകുമെന്നാണ് പറയുന്നത് ഭാഗവതം. പരസ്വഭാവ കർമാണി യഃ പ്രശംസതി നിന്ദത്തെ സഹ ആശുഭ്രശ്യത്തെ സ്വാർത്ഥാത് അസതി അഭിനിവേശത. കള്ളത്തിൽ അയാൾ മനസ്സിനെ വിടുകയാണ്, നുണയിൽ മനസ്സിനെ വിടുകയാണ്, മിഥ്യയായ വിഷയങ്ങളിൽ മനസ്സിനെ വിടുന്നത് കൊണ്ട് അയാൾ വിടുപോകും. ദോഷം നോക്കിയാൽ എവിടെ ദോഷം കാണാത്ത? എല്ലാവരും ദോഷം കാണും. അതുകൊണ്ട് അതിനകത്തുള്ള ഏകാത്മകം പശ്യൻ, പ്രകൃതി പുരുഷൻ എന്ന് ഭേദം പോലും പിരിക്കാതെ ആത്മാവാണെന്ന് കാണും.
യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ. കർമ്മം പെർഫെക്റ്റ് ആക്കാനൊന്നും പറ്റില്ല. എന്ത് കർമ്മം ചെയ്താലും ദോഷമുണ്ടാവും. സർവാരംഭാഹി ദോഷേണ ധൂമേനാഗ്നിരിവാവൃതാഹ എന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞു. എല്ലാ കർമ്മങ്ങളിലും അഗ്നിക്ക് പുക മൂടുന്ന പോലെ ചില ദോഷങ്ങളൊക്കെ വന്ന് മൂടും. അപ്പം എന്തു വേണം? എല്ലാം ഭഗവാൻ അർച്ചന. എന്തൊക്കെ ഇതിലുണ്ടോ, ദോഷമുണ്ടോ, ഗുണമുണ്ടോ, നന്നായിട്ടോ ചീത്തയായിട്ടോ ഒക്കെ ചെയ്യണതൊക്കെ തങ്ങളുടെ അർപ്പണം. യദ്യത് കർമ്മ കരോമി തത്തത് അഖിലം ശംഭോ തവ ആരാധനം. ഇനിയിപ്പോൾ ദോഷം വല്ലതും ഉണ്ടെങ്കിൽ ഇത് അർപ്പണമാണ്. അപ്പം കർമ്മത്തിൻ്റെ ദോഷം കൊണ്ട് കർമാദ്വൈതം, ക്രിയാദ്വൈതം എന്ന് പേര്, ദ്രവ്യാദ്വൈതം എന്ന് പേര്, ഭാവാദ്വൈതം എന്ന് പേര്. യാതൊന്നിതൊക്കെ ഹരിനാരായണായ നമ. എന്തൊക്കെ ഉണ്ടോ ഇവിടെ അതൊക്കെ അത് തന്നെ. എല്ലാവരിലും എല്ലാമായും ഇരിക്കുന്ന അരുണാചലത്തിന് നമസ്കാരം. ഉള്ളിൽ പുറത്തും, ഉള്ളിൽ മനസ്സായിട്ടും പുറത്ത് നാമരൂപാത്മക പ്രപഞ്ചമായിട്ടും ഒരു വസ്തുവേ ഉള്ളൂ. ഒരുവനാമുന്നൈ ഒളിത്തിയവർ വരുവാർ. അയ്യോ, പലത് തോന്നുന്നുണ്ടോ? നിങ്ങൾ മറന്നുപോയി, സത്യത്തിനെ മറന്നുപോയി. വീണ്ടും ഓർത്തോളാം. പലത് തോന്നുന്നുണ്ടെങ്കിൽ മറന്നുപോയി. ഏകമേവ അദ്വിതീയം നേഹനാനാസ്തി കിഞ്ചന. നാനാത്വമില്ല. തോന്നുന്നുണ്ടോ? മറന്നുപോയി സത്യത്തിനെ. വീണ്ടും ഓർത്തുകൊള്ളാം. ആ ഒന്നേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ. അങ്ങനെ അറിഞ്ഞ് മനസ്സിനെ വീണ്ടും വീണ്ടും പദം വരുത്താന്ന് പറഞ്ഞ് പഠിപ്പിച്ച് പദം വരുത്താം. അപ്പോൾ എന്താ? വ്യവഹാരം ചെയ്യുമ്പോൾ തന്നെ സമാധിയാണ്. ഒരു കവചമിട്ട പോലെയാണെന്നാണ് യോഗവാസിഷ്ടമാണ്. ഭാഗവതത്തിലുണ്ട്, അത് വാസിഷ്ടത്തിലുണ്ട്. ബ്രഹ്മകവചം എന്നാണ് വാസിഷ്ടം പറയുന്നത്. ഭാഗവതത്തിൽ നാരായണ കവചം. ചിദാകാശമയം സർവം ജഗദിത്യേവ ഭാവയൻ യസ്തിഷ്ഠതി ഉപശാന്തോന്തഃ സ ബ്രഹ്മകവച സുഖീ. അയാൾ സുഖമായിട്ടിരിക്കും. ഈ കാണുന്നതൊക്കെ ചിദാകാശമയം സർവം. ഇത് മുഴുവൻ സർവം ചിദാകാശമാണ്. ബ്രഹ്മചിത് ബ്രഹ്മഭുവനം ബ്രഹ്മഭൂതപരമ്പരാഹ ബ്രഹ്മാഹം ബ്രഹ്മമച്ഛത്രു ബ്രഹ്മമത്മിത്രബാന്ധവാഹ. ഇവിടെ ഉള്ളതൊക്കെ തന്നെ ബ്രഹ്മമാണ്, ആത്മാവാണ്, ചൈതന്യമാണെന്ന് കൂടെ കൂടെ ഓർക്കാം. അതൊക്കെ എന്തൊക്കെ വിധത്തിൽ നമ്മളുടെ മുമ്പിൽ അല്ല എന്ന് പറയാൻ ശ്രമിച്ചാലും ആണെന്ന് ശ്രുതിവാക്യത്തിൻ്റെ ബലം കൊണ്ട് ഓർമ്മിപ്പിക്കുക ഉള്ളിൽ. അങ്ങനെ ഓർക്കുമ്പോൾ മനസ്സിൽ പതുക്കെ 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 അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഘോരം ആയിട്ടുള്ള വിഷയങ്ങൾ പോലും അത്ര ബലമായിട്ടുള്ളിൽ വേദന ഉണ്ടാക്കില്ല, കഷ്ടം ഉണ്ടാക്കില്ല. അതാണ് കൃഷ്ണൻ അർജുനൻ്റെ അടുത്ത് യുദ്ധത്തിനെ പോലും അങ്ങനെ കാണാൻ പറഞ്ഞു. യുദ്ധഭൂമിയിൽ യുദ്ധം ചെയ്തുകൊണ്ട് തന്നെ സമത്വം. അല്ലാതെ യുദ്ധം വിട്ട് എവിടെയും കാട്ടിൽ പോയിരുന്നിട്ട് സമത്വം അല്ല. യുദ്ധം ചെയ്തുകൊണ്ട്. എന്താ കൃഷ്ണൻ അങ്ങനെ പറയാൻ കാരണം? വേറെ വഴിയില്ല എന്നാണ്. അർജുനനെ കൊണ്ടുപോയി യുദ്ധമൊക്കെ വിട്ടിട്ട് വരും. അയാൾ പറയും ഞാൻ ഇതപ്പ പോണു എന്നൊക്കെ പറയും. എവിടെ പോകും? ഇങ്ങനെ പോയി എങ്ങനെ വരും? വെറുതെ പറയുകയാണ്, അതൊന്നും നടക്കില്ല. കൃഷ്ണൻ പറഞ്ഞു യദ്യ അഹങ്കാരമാശ്രിത്യ നയോത്സ്യൈതി മന്യസേ മിഥ്യൈഷ വ്യവസായസ്തേ പ്രകൃതിസ്ത്വാം നിയോക്ഷതി. അഹങ്കാരം കൊണ്ട് ഞാനിതാ വിട്ടിട്ട് പോണു എന്നൊക്കെ പറഞ്ഞാൽ അത് നടക്കില്ലപ്പാ എന്ന് രമണ ഭഗവാൻ പറഞ്ഞു. യു ഹാവ് നോ ഫ്രീഡം ഐദർ ടു റിനൗൺസ് ഓർ റീറ്റെയിൻ. കർമ്മം പിടിച്ചു നിർത്താനോ ഉപേക്ഷിക്കാനോ ഒന്നും എനിക്ക് പറ്റില്ല. അത് നടക്കും. അപ്പം എന്താ? കർത്തൃത്വത്തിനെ വിടാം, ഭോക്തൃത്വത്തിനെ വിടാം. കർത്തൃത്വ ഭോക്തൃത്വത്തിൽ നിന്നും ബി ഫ്രീ ഓഫ് ദ ഡുവർഷിപ്പ്, എൻജോയർഷിപ്പ്. then you are free. മയാ. അപ്പോൾ അതിങ്ങനെ ആ സത്യത്തിനെ അറിഞ്ഞ്
ഒരുവനാമുന്നൈ ഒളിത്ത് എവർ വരുവാർ ഉൻ ശൂതേ ഇത് അരുണാചല. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ആരോടെങ്കിലുമൊക്കെ ഇവരുടെ കാര്യത്തിൽ എനിക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ ശൂത് പറ്റിക്കപ്പെട്ടു എന്നർത്ഥം. നമ്മൾ പറ്റിക്കപ്പെട്ടു. ഓംകാര പൊരുൾ ഒപ്പുയർവില്ലോയ് ഉനൈ യാർ അറിവാർ അരുണാചല. ആ അരുണാചലത്തിനെ പറയാണ് ഓംകാര പൊരുൾ എന്നുവെച്ചാൽ മാണ്ഡുക്യോപനിഷത്തിൻ്റെ സാരം. അരുണാചലം ഓംകാര പൊരുൾ എന്ന് വെച്ചാൽ ബ്രഹ്മം, ആത്മാ എന്നർത്ഥം. തുരീയ വസ്തു, തുരീയ വസ്തു, ചതുർത്ഥ വസ്തു. ആ തുരീയ വസ്തു ഇവിടെ മലയായിട്ട് മുമ്പിൽ കാണുന്നു, ഉള്ളിൽ ആത്മാവായിട്ട് പ്രകാശിക്കുന്നു. പുറമേക്ക് മലയെ നോക്കുമ്പോഴും അത് ഓംകാര പൊരുൾ ഒപ്പ് ഉയർവ് ഇല്ലോയ്, സമം ഒന്നുമില്ല, അതിനേക്കാൾ ഉയർന്നതൊന്നുമില്ല എന്നാണ്. ഒപ്പ് ഉയർവ് ഇല്ലോയ്. നോക്കൂ, ഇഷ്ടദേവതാനിഷ്ഠ വളരെ മുഖ്യമാണ്. ഇഷ്ടദേവതാനിഷ്ഠ, ഗുരുനിഷ്ഠ, മന്ത്രനിഷ്ഠ, ഇതൊക്കെയാണ് സക്സസിൻ്റെ രഹസ്യം. അധ്യാത്മമായി ഇഫ് യു വാണ്ട് ടു ബി സക്സസ്ഫുൾ, ഹോൾഡ് ഓൺ ടു ദ വൺ. മന്ത്രം, ഗുരു, ഇഷ്ടദേവത, ഇതിലൊക്കെ നല്ല നിഷ്ഠയോടെ ഇരിക്കുകയാണ്. അപ്പം ലളിതമാവും, സരളമാവും ജീവിതം. ഒരുപാടൊന്നും അപ്പം മനസ്സലയില്ല. ഭഗവാന്റെ ലൈഫ് തന്നെ പ്രമാണമാണ്. അരുണാചലം കഴിഞ്ഞു. ശിവൻ എന്ന് പറഞ്ഞ പോലെ ചിദംബരമോ അവിടെ ഇവിടെ ഒന്നുമില്ല. ചിദംബരത്ത് നിന്ന് ഒരിക്കലേ ചില ഭക്തന്മാരൊക്കെ വന്നിട്ട് പറഞ്ഞു, ഭഗവാൻ ചിദംബരത്തിലേക്ക് വരണം. അത് ആകാശലിംഗമല്ലേ? ഇത് അഗ്നിലിംഗമല്ലേ? അങ്ങോട്ട് വരണം. അപ്പോൾ ഭഗവാൻ ഒരു പാട്ട് എഴുതി അതിനെക്കുറിച്ച്. അചലനേ ആയിനും അച്ചബൈ തന്നിൽ അചലയാം അമ്മയെതിരാടും அச்சல உருவில சக்தி ஒடுங்கிட ஓங்கும் அருணாச்சலம் என்று அறி. അചലനേ ആയിനും, ഒരു ചലനമില്ലാത്ത വസ്തു. അവിടെ ചിദംബരത്തിൽ ആട് കാണുന്നതാണ്. അചലമായി മണ്ഡ്രഹം നടം ഇടും എന്ന് അരുണാചല അഷ്ടകത്തിൽ വരും. അചലമായിട്ട് ഡാൻസ് അത്ര. അതെങ്ങനെയാണ്? അചലമായി എങ്ങനെ ഡാൻസ് ചെയ്യാൻ പറ്റും? അപ്പോൾ ശക്തി നടനമാടുമ്പോൾ ശിവൻ നൃത്തം ചെയ്യുന്ന പോലെ തോന്നുകയാണ്. അപ്പോൾ എന്നാൽ ശക്തി നിശ്ചലം പോലെയും ശിവൻ നൃത്തം ചെയ്യുന്നത് പോലെയാണ് ചിദംബരത്തിലെ ദർശനം. ചൈതന്യ നടനം. അചലനേയായിനും അച്ഛബൈ തന്നെ, ഛബൈ എന്ന് വെച്ചാൽ സഭ. അവിടെ അച്ഛബൈ തന്നിൽ അചലയാം അമ്മയെതിരാടും. അമ്മയ്ക്ക് മുമ്പിൽ, ശക്തിക്ക് മുമ്പിൽ നടനം ചെയ്യാൻ. അചല ഉരുവിൽ, ആത്മസ്വരൂപത്തിൽ ആ ശക്തി ഒടുങ്കിട. ഈ ചിത്തം, മനസ്സ്, അതാണ് ശക്തി. അത് ഹൃദയത്തിൽ ലീനമായി അചലമായി സമാധിസ്ഥിതമായി നിൽക്കാൻ അചല ഉരുവില ശക്തി ഒടുങ്കിട ഓങ്കും. ഒരു കർമ്മവുമില്ല, എല്ലാ കർമ്മവും ഒടുങ്ങി ചിത്തം അചലമാവുമ്പോൾ ഓങ്കും. അപ്പോഴാണ് അധ്യാത്മം ഉയർന്നു നിൽക്കുന്നത്, സ്പിരിച്വൽ ലൈഫ് ഉയർന്നു നിൽക്കണം. കർമ്മമൊന്നുമില്ല, നൈഷ്കർമ്മ്യസിദ്ധി. അപ്പോഴാണ് ഈ അചലം, അധ്യാത്മതത്വം പ്രകാശിക്കണത്. എത്ര കണ്ട് കർമ്മഹീനത്തെ കാണുന്നു മഹാപുരുഷന്മാരിലും, അത്ര കണ്ട് അധ്യാത്മത്തിന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അചല ഉരുവില ശക്തി ഒടുങ്കിട ഓങ്കും അരുണാചലം എന്ന് അറിയ. അരുണാചലം ഓങ്കും എന്ന് വെച്ചാൽ അരുണാചലം മേലെ നിൽക്കണമെന്നാണ്. എന്താണെന്ന് വെച്ചാൽ കർമ്മമൊന്നുമില്ല, ക്രിയയില്ല, ഒന്നുമില്ല.
എല്ലാം അടങ്ങിപ്പോയി. അപ്പോൾ അതിനാണ് ഓംകാരപ്പൊരുൾ എന്ന് പറയുന്നത്. ഓംകാരപ്പൊരുൾ എന്താണ്? മൗനം, നിശ്ചലത. അതാണ് അരുണാചല സ്വരൂപം. ഒപ്പുയർവില്ലോയ്, അതിന് സമമായി ഒന്നും കാണിക്കാനൊക്കില്ല. ആത്മാവാണത്, അതിന് സമം എന്താ? അത് തന്നെയാണ്. അനുപമമതിവേളം നിരുപമമതിവേളം നിത്യമുക്തം നിരീഹം നിരവധി ഗഗനാഭം നിഷ്കലം നിർവികൽപ്പം ഹൃദി കലയതി വിദ്വാൻ ബ്രഹ്മപൂർണം സമാധം. നിരുപമം, ഒന്നിനോട് ഉപമിക്കാൻ പറ്റില്ല. ഇതുപോലെ അതുപോലെ എന്ന് പറയാൻ പറ്റില്ല. അതിവേളം, ബോർഡർലെസ്. നിത്യമുക്തം, സ്വതന്ത്രം. അബ്സല്യൂട്ട്ലി ഫ്രീ. നിരീഹം, ആഗ്രഹ ആശാസ്പർശമില്ലാത്തത്. അങ്ങനെയുള്ളതാണ് ഓംകാരപ്പൊരുൾ. പൊരുൾ എന്ന് വെച്ചാൽ എസെൻസ്, ഇമ്പോർട്ട്, ഇംപ്ലൈഡ് എസെൻസ്, അതിൻ്റെ സാരതമമായ അർത്ഥം, ലക്ഷ്യാർത്ഥം. ഓംകാരപ്പൊരുൾ ഒപ്പുയർവ് ഇല്ലോയ് ഉന്നെ യാരറിവാർ അരുണാചല. ആർക്കും അറിയാൻ പറ്റുമെന്ന്? പുറമേക്കൊരു മല കാണാൻ പറ്റും എല്ലാവർക്കും, എവിടെ നിന്നും കാണാം, പ്രദക്ഷിണം ചെയ്യാം, ചുറ്റാം. പക്ഷേ ഈ മല എന്താണ്? അതാണ് അറിവറിഷ് ഗിരിയന അമർത്തറും അമ്മ അതിശയം നിതൻശയൽ അറിവറിത് ആർക്കും. അറിവറ് ഗിരിയന അമർത്തറും, ഒരു ജഡപർവ്വതം പോലെ, ഒരു കല്ലുമല പോലെ കാണുന്നു. അമ്മ എന്ന് വെച്ചാൽ അതിശയം. ആർക്കറിയും ഇതിൻ്റെ എസൻസ് എന്താണ്, സാരം എന്താ? അരുണാചലത്തിലൊരു കരുണാകര പരമൻ അരുണാരവിന്ദ പദമേ பொருள் நாடு சுற்றமொடு வருணாதி பற்றியுளம் மருள் நாடலற்றுமிதமும் தெருள்நாடுளத்தில் நல் அருள் நாடி நிற்கும் அவர் இருள் நாசமுற்று புவிமேல் தருணாருணக் கதிரின் அருள் நாளுமுற்று சுக வருணாலயத்தில் எழிவார். അരുണാചലത്തിൽ കരുണാകരപരമൻ എന്ന് വെച്ചാൽ അരുണാചലേശ്വരന് കരുണാസ്വരൂപം, കരുണാപൂർണ സുധാബ്ധേൻ. കരുണാകരപരമൻ അരുണാചലത്തിലൊരു കരുണാകര പരമൻ അരുണാരവിന്ദ പദമേ. ആ ഭഗവാന്റെ ചരണം, ചരണം എന്ന് വെച്ചാൽ സ്വരൂപം, സ്വരൂപം എന്ന് വെച്ചാൽ ജ്ഞാനം, സാന്നിധ്യം. അത് നുകരും തോറും ആണ്ടിപ്പെരുത്ത അണ്ണാമല എന്ന് പറയും. തിരുവണ്ണാമലയിൽ ഇപ്പോൾ ഭയങ്കര തിരക്കാണ്, ഒരുപാട് തിരക്ക്. മുമ്പൊക്കെ എൻ്റെ പ്രഭാഷണം തന്നെ നിങ്ങൾ കേട്ടതൊക്കെ ഒരു 10-20 വർഷം മുമ്പത്തെ റെക്കോർഡൊക്കെ എന്തെങ്കിലുമൊക്കെ കേട്ടാൽ അതിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും തിരുവണ്ണാമല തിരക്കേ ഇല്ലാത്ത സ്ഥലമാണ്, അധികം ആർക്കും അറിയില്ല എന്നൊക്കെ. അങ്ങനെയായിരുന്നു. അതൊക്കെ ഇപ്പം ആരെങ്കിലുമൊക്കെ കേട്ടാൽ ചിരിക്കും. എന്താണെന്ന് വെച്ചാൽ അത്ര തിരക്ക്, അത്ര ബഹളമാണ്. പല കാരണങ്ങൾ കൊണ്ടും തിരക്ക് കൂടി, ഒരുപാട് തിരക്ക് വന്നു, പല വിധത്തിലും അറിഞ്ഞു വന്നു ആളുകൾ. അരുണാചലേശ്വരൻ ആകർഷിക്കണമെന്ന് പറയണം. ചില തെലുങ്ക് ആചാര്യന്മാരൊക്കെ, ആന്ധ്രക്കാർ, അവരൊക്കെ തിരുവണ്ണാമലയിൽ വന്നു പോയി ആന്ധ്രയിലുള്ളവരോടൊക്കെ പോയി പറഞ്ഞു,
തിരുവണ്ണാമലയാണ് നിങ്ങളുടെയൊക്കെ കുലദൈവം എന്ന് പറഞ്ഞാൽ എല്ലാം വീടൊക്കെ വിറ്റിങ്ങോട്ട് പോകും. ശരിക്കും ജോലിക്കാരടക്കം പാന്തരക്കാരാണ്, അത്ര തിരക്ക്. അപ്പോൾ ഒരാൾ ചോദിച്ചു, ഇതിപ്പോൾ ഇങ്ങനെ തിരക്ക് കൂടിയാൽ എന്താ അത്? അപ്പോൾ ഇങ്ങനെ പ്രഭാഷണം നിങ്ങളെപ്പോലെ ആളുകൾ പുറത്തു പോയി പറഞ്ഞിട്ടാണ്. ഞാൻ പറഞ്ഞു, എന്നെ കണ്ട ഒരാൾ വരില്ല. തിരുവണ്ണാമലയ്ക്ക് വന്നാൽ എന്ത് കിട്ടും? ഇതാ, പൊരുൾ നാട് സുற்றമൊട് വരുണാതി പற்றிയുളം മരുൾ നാടലറ്റ്. പണം പോയി, കുടുംബം പോയി, എല്ലാം ഒരു സന്യാസിയായി പരമഹംസരായി എന്നൊക്കെ പറഞ്ഞാൽ ആർക്ക് വേണോ ഇതൊക്കെ? അല്ലേ? അല്ല, അവിടെ വന്നു, ധാരാളം പണം കിട്ടി. അവിടെയൊക്കെ കല്ലിങ്ങനെ അടുക്കി വെച്ചിരിക്കുക. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കല്ലടുക്കി വെച്ചാൽ വീട് കിട്ടും. അത്രയും വീട് ഉണ്ടാക്കാൻ, കല്യാണം കഴിയാൻ, കുട്ടികൾ വരാൻ, അതൊക്കെ കുറേ ആളുകൾ വരും. നിങ്ങൾ വരൂ, ഗിരിപ്രദക്ഷിണം ചെയ്യും, നിങ്ങൾക്കൊക്കെ ജ്ഞാനം ഉണ്ടാവും, സന്യാസം കിട്ടുമെന്ന് പറഞ്ഞാൽ മതി. തിരക്കേ ഉണ്ടാവില്ല, എല്ലാ തിരക്കും ഒഴിഞ്ഞു. പൊരുൾ നാട് സുற்றമൊട് വരുണാതി പற்றி ഉളം മരുൾ നാടലറ്റ്. പണം, പേര്, പുകഴ്, ഇങ്ങനത്തെ പല വസ്തുക്കൾ കൊണ്ട് ചിത്തത്തിൽ കട്ടിപിടിക്കുകയാണെന്നാണ്. ഇരുട്ട് കയറി കട്ടിപിടിച്ചു. മരുൾ നാടൽ അറ്റ്, അതില്ലാതെ നിതമും തെരുൾ നാട് ഉളത്തിൽ നൽ അരുൾ നാടി നിൽക്കും അവർ. ഹൃദയത്തിലെ നല്ല ജ്ഞാനത്തിനെ വിചാരം ചെയ്ത് തെളിഞ്ഞ് അരുൾനാടി, ഈശ്വരൻ്റെ കൃപയെ അനുഭവിച്ചിരിക്കുന്നവര് ഇരുൾ നാശമുറ്റ്, ഉള്ളിലുള്ള ഇരുട്ട് നശിച്ചു പോയി എന്നാണ്. വെളിച്ചം വന്നു. ഇരുൾ നാശമുറ്റ്, മരിച്ചു പോയിട്ടല്ല, ഭൂമിമേൽ, ഈ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് തന്നെ ജീവൻ മുക്തന്മാരായിട്ട് ഇരുൾ നാശമുറ്റു ഭൂമിമേൽ തരുണാരുണക്കതിരിൻ അരുൾനാടുമുറ്റു സുഖവരുണാലയം. സുഖവരുണാലയം എന്ന് വെച്ചാൽ സുഖക്കടൽ, ആനന്ദക്കടലിൽ ഒന്നായിട്ട് തീരുന്നു. ഭഗവാൻ ഫലശ്രുതി പറഞ്ഞതാണ്. അരുണാചലത്തിലൊരു കരുണാകര പരമൻ അരുണാരവിന്ദപദം. ഓംകാരപ്പൊരുൾ ബ്രഹ്മമാണ്, ആത്മാവാണ്, ഉപനിഷത് പ്രസിദ്ധമായ വസ്തുവാണെന്നർത്ഥം. ഓംകാരപ്പൊരുൾ ഒപ്പുയർവില്ലോയ്, ഇൻകമ്പയറബിൾ. യു കനോട്ട് കമ്പയർ ഇറ്റ് വിത്ത് എനിത്തിങ്. ഒപ്പ് ഉയർവ് ഇല്ലോയ് ഉനൈ യാർ അറിവാർ അരുണാചല. ആർക്കറിയാൻ പറ്റുമെന്ന് വെച്ചാൽ ഒരാൾ അതിൽ നിന്ന് വിട്ടു നിന്ന് ഞാൻ അറിഞ്ഞു അരുണാചലത്തിനെ എന്ന് പറയാൻ പറ്റില്ല. അരുണാചലത്തിനെ അറിയണം. അരുണാചലമായിട്ട് തീർന്നു, അചലമായി തീർന്നു. അതുവാനാൽ അത് ചൊല്ലും. അതുവായിട്ട് തന്നെ ഇരുന്നാൽ അത് തന്നെ ഉള്ളിൽ പ്രകാശിക്കും. അതുകൊണ്ട് ഉനയാരറിവാർ അരുണാചല. ഉന്നെ ആരറിയും? പിന്നെ ആര് അറിയാൻ പറ്റും? കടലിനെ ഉപ്പുപാവ ഞാൻ കടലിൽ കുളിച്ചിട്ട് വന്നു എന്ന് ഞാൻ ആര് വിശ്വസിക്കുന്നു? അത് കടലേ ആയിട്ട് തീർന്നു. ഉപനിഷത് പ്രസിദ്ധമായ വസ്തുവാണ് മറൈപ്പൊരുൾ എന്ന്. ഔവൈ പോൽ എനക്കുൻ അരുളൈ തന്തനൈ ആടുവത് ഉൻകടൻ അരുണാചല. ഔവൈ എന്ന് വെച്ചാൽ തമിഴിലെ ഔവൈ എന്നുള്ള ശബ്ദത്തിന് അമ്മ എന്നർത്ഥം. വളരെ പ്രസിദ്ധമായ ഒരു സാധ്വി, ഒരു ജ്ഞാനി ഉണ്ടായിരുന്നു ഔവയാർ. ആ ഔവയാരോടും ഭഗവാന് വളരെ വലിയ ബഹുമാനമായിരുന്നു. ഒരുപാട് കവിതകൾ, കുട്ടികൾക്കുള്ള നഴ്സറി റൈംസ് മുതൽ വിനായക രാഘവൽ മുതലായ യോഗശാസ്ത്ര കൃതികൾ വരയ്ക്കും എല്ലാം അവർ എഴുതിയിട്ടുണ്ട്. അവർക്ക് ആരാ ഗുരു എന്ന് വെച്ചാൽ ഗണപതിയാണ്. ഗണപതിയാണ് ഗുരു. ഗണപതിയുടെ നമുക്ക് തോന്നുന്നു ഒരേ ശിഷ്യ. മുരുകനെങ്കിലും ധാരാളം ശിഷ്യന്മാരുണ്ട്.
ഗണപതിക്ക് ഒരേ ഒരു ശിഷ്യ. കാഞ്ചി പരമാചാര്യർ പറഞ്ഞു, കുഴവിയും കിഴവിയും എന്ന് പറഞ്ഞൊരു ഒരു ഒരു ചാപ്റ്റർ അദ്ദേഹത്തിൻ്റെ ദൈവത്തിൻ കുരലിൽ. കുഴവി എന്ന് വെച്ചാൽ അമ്മി കുഴവിയല്ല, തമിഴിൽ കുഴവി എന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടി. കുഴവിയും കിഴവിയും. ഈ കൊച്ചുകുട്ടി കിഴവിയെ പോലെ മരത്തിൻ്റെ ചുവട്ടിൽ അനങ്ങാതെ തടിച്ചിട്ട് ഇരിക്കണം. ഈ കിഴവി ഒരു ചെറിയ പയ്യനെ പോലെ നാട് മുഴുവൻ നടന്നു. യൗയാർ വലിയ യോഗശാസ്ത്രവിത്ത. അവർക്ക് വിനായകൻ എങ്ങനെ അനുഗ്രഹിച്ചു എന്ന് വെച്ചാൽ എവിടെയോ കാട്ടുന്ന എവിടുന്നോ കിട്ടിയ കുട്ടിയാണ്. ഈ വരരുചിയുടെ കഥ പോലെ തന്നെയാണ്, പറിച്ചു പറ്റ പന്തിരുവർ കഥ പോലെയാണ്. അതിലും അവയാരുടെ ലിസ്റ്റും ഉണ്ടെന്ന് തോന്നുന്നു. അവർ കാരൈക്കാലമ്മയാരെന്നാണ് ഇവിടെ പറയണത്. പക്ഷെ അത് അല്ല, അവയാറാണെന്നും പറയുന്നുണ്ട്, അറിയില്ല. എന്തായാലും ആ കഥയൊന്നും ആർക്കും ഉറപ്പില്ല. അവരെവിടുന്നോ കിട്ടിയതാണ്. ഒരു ബ്രാഹ്മണൻ വളർത്തി വയസ്സായപ്പോൾ കല്യാണം കഴിച്ചു കൊടുക്കുക. അയ്യോ ഞാനില്ല എന്ന് പറഞ്ഞു അമ്മ. അപ്പോൾ കല്യാണത്തിനൊക്കെ ഏർപ്പാടാക്കി. അപ്പോൾ അവർ ചെന്ന് വിനായകനെ സ്തുതിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഒരു വയസ്സായ കിഴവിയുടെ രൂപം തരുമെന്ന്. പിന്നെ ഈ കല്യാണം കഴിക്കാൻ ആൾ വരുമോ? അപ്പോൾ ഗണപതി അവർക്ക് ഒരു വയസ്സായ കിഴവിയുടെ രൂപം കൊടുത്തു. ഈ അവയാർ എന്ന് പറഞ്ഞൊരു സിനിമ വന്നു പണ്ട്, നല്ല പ്രസിദ്ധമായ നല്ല സിനിമയാണ്, തമിഴ്. അപ്പം അതിൽ ഇവരിങ്ങനെ പോയി പാടും. പാട്ടൊക്കെ നല്ല ഗംഭീരമായിട്ടിരിക്കും. ഗണപതിയുടെ മുമ്പിൽ പാടും. പാടുന്നത് എപ്പോഴാന്ന് വെച്ചാൽ കല്യാണത്തിനുള്ള ഈ ചെക്കനൊക്കെ വന്നു കഴിഞ്ഞു, വരനൊക്കെ. അപ്പോഴാണ് ഇവർ ഓടിപ്പോയിട്ട് ഗണപതിയുടെ മുമ്പിൽ പാടുന്നത്. അപ്പം ഈ വരൻ ഈ പെണ്ണിനെ കാണാൻ വരുമ്പോൾ ഒരു കിഴവി നിൽക്കുന്നുണ്ടാവും അവിടെ, വയസ്സായ ഒരു വൃദ്ധ. ഇനിയിപ്പോൾ കല്യാണം കഴിക്കുമോ? അവർ പറഞ്ഞു, എനിക്ക് ഭഗവാൻ ലോകത്തിൽ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ വേണ്ട ഒരു രൂപം തന്നിരിക്കുന്നു. യൗവന രൂപം ശരിയാവില്ല. അതുകൊണ്ട് സ്വതന്ത്രമായി എല്ലാവർക്കും ഉപദേശിച്ച് വഴി കാണിക്കാൻ പറ്റിയ ഒരു രൂപം ഈശ്വരൻ എനിക്ക് അനുഗ്രഹിച്ചു തന്നിരിക്കുന്നു. ഉപദേശിച്ചു അത്ര. എന്താ ഉപദേശിച്ചതെന്ന് വെച്ചാൽ, ചത്തത്തിനുള്ളേ സദാശിവം കാട്ടി ചിത്തത്തിനുള്ളേ ശിവലിംഗം കാട്ടി. അദ്ഭുതമായ കൃതിയാണ് ആഹ്വൽ. ചത്തത്തിനുള്ളിൽ, ചത്തെന്ന് വെച്ചാൽ നോയ്സ്, ശബ്ദത്തിൻ്റെ ഒരു ഒരു എന്താ പറയുക, ഒരു റസ്റ്റിക് യൂസേജാണത്. നമ്മൾ മലയാളത്തിൽ എന്തു പറയും അതിന്? വളരെ ഗ്രാമീണമായ ഒരു പ്രയോഗമാണത്, ചത്തം എന്ന് പറയുന്നത്. ചത്തത്തിനുള്ളേ സദാശിവം കാട്ടി. ആ ശബ്ദത്തിനകത്ത് ആ ശിവതത്വം എനിക്ക് പ്രകാശിപ്പിച്ചു. ചിത്തത്തിനുള്ളേ ശിവലിംഗം കാട്ടി. എൻ്റെ ഹൃദയത്തിൽ ശിവലിംഗത്തിനെ കാണിച്ചു തന്നു ഗണപതി. അത് കഴിഞ്ഞിങ്ങനെ സ്വതന്ത്രമായി നാട് നീളെ പലർക്കും അനുഗ്രഹം ചെയ്ത് സഞ്ചരിച്ചു അവര്. പ്രായോഗികമായ കാര്യങ്ങളൊക്കെ ലോകത്തിൽ പലർക്കും ഉപദേശിച്ചു, വഴി കാണിച്ചു. ജനങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുത്തു. വലിയ ശിവഭക്തയാണ്. അവരെയാണ് ഭഗവാൻ അവിടെ സ്മരിച്ചുകൊണ്ട് പറയണത്, ഔവയാർക്ക് എങ്ങനെ അനുഗ്രഹിച്ചു അതുപോലെ അനുഗ്രഹിക്കും എന്ന് പറയാം ഒരർത്ഥം. ഔവൈ പോൽ എനക്കുൻ അരുളൈ തന്തனை ആളുവതുൻ കടൻ അരുണാചല. ഔവയാർക്ക് അനുഗ്രഹം ചെയ്ത പോലെ എനിക്ക് ചെയ്യുമെന്ന് പറയും. മറ്റൊരർത്ഥം, ഒരമ്മ പോലെ എനിക്ക് അനുഗ്രഹം ചെയ്യും. ഒരമ്മ കുട്ടിയെ എങ്ങനെ നോക്കണം അതുപോലെ നീ എന്നെ ഈശ്വര, അരുണാചലേശ്വര, എന്നെ നീ നോക്കണം. അങ്ങനെ നോക്കി എന്നാണ് ഭഗവാൻ ഒരു പാട്ടിൽ പറയുന്നത്. അമ്മയും അപ്പനും ആയനെ ആക്കി അളിത്ത്. ഒരു അമ്മയും അപ്പനുമായി എന്നെ നോക്കി എന്നെ വളർത്തിക്കൊണ്ടുവന്നു. മഹിമായയിൻ ആഴ്ക്കടൽ വീഴ്ന്ന് ഞാൻ ആഴ്ന്നിടും മുൻ. ആ മഹാമായയിൽ വീണ് ഞാൻ മറന്നു പോകുന്നതിന് മുമ്പ് എന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നു. ആഴ്ന്നിടും മുൻ എന്താണ്? എൻ മനം
മന്നി ഇഴുത്തു ഉൻ പദത്തിലിരുത്തിനയാം ചിന്മയനാം അരുണാചല നിൻ അരുൾ ചിത്രം എന്നെ പിടിച്ചെഴുത്തു കൊണ്ടുവന്ന് ആ പരമപദത്തിൽ പിടിച്ചിരുത്തി. ഹേ ചിന്മയനായ അരുണാചല, ഈ കൃപയെ ഞാൻ എന്തു പറയും, ഈ കരുണയെ ഞാൻ എന്തു പറയും? ആ പദത്തിൽ, സ്വാനുഭവത്തിൻ്റെ പദത്തിൽ പിടിച്ചിരുത്തി. ഈ കൃപയെ ഞാൻ എന്തു പറയും? അപ്പൊ അമ്മയോ അപ്പനും മാതൃഭൂതേശ്വര സ്വാമിയായി ഭഗവാനെ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് വന്നു അരുണാചലേശ്വരൻ്റെ അടുത്ത്. അവിടെ അമ്മയായിട്ടും അരുണാചലേശ്വരനെ അന്നൈനേർ ഔവൈ പോൽ അമ്മയും അപ്പനുമായി എന്നൊക്കെ പറഞ്ഞു. ഔവൈ പോൽ എനക്കുൻ അരുളൈ തന്തனை ആളുവത് ഉൻ കടൻ അരുണാചല. ഞാനിതോ ആരുമില്ല, അങ്ങനെ വന്നിരിക്കണു. കടൻ എന്ന് വെച്ചാൽ കടം കൊടുക്കണ പോലെയാണെന്നാണ് ഭഗവാൻ. എന്നെ രക്ഷിച്ചേ വഴിയുള്ളൂ, വേറെ വഴിയില്ല. എനിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അമ്മ പോലെ, അമ്മ എന്നുള്ളതിന് അർത്ഥം ശ്രുതിമാതാ എന്നെടുക്കും. ഉപനിഷത്തിനെയാണ് അമ്മയെന്ന് പറയണത്. ദേവി എന്ന് പറയുമ്പോൾ ശ്രുതി സീമന്ത സിന്ദൂരീകൃത പാദാബ്ജധൂളിക ശ്രുത്യൈ നമോസ്തു ശുഭകർമ്മ ഫലപ്രസൂത്യൈ രത്യൈ നമോസ്തു രമണീയ ഗുണാർണവായൈ ശക്തി നമോസ്തു ശതപത്ര നികേതനായൈ ശ്രുത്യൈ നമഃ അസ്തു. ദേവി ആരാണ്? ശ്രുതിയാണെന്നാണ്. അവൾ ഉപനിഷത്താണ്, അറിവാണ്, ഈ ജ്ഞാനമാണ് ദേവി. സംരക്ഷണം അവളിൽ നിന്നാണ്. അവളാണ് ശ്രീമാത്രേ നമഃ എന്ന് ആരംഭിച്ചാൽ ശിവശക്തിഐക്യരൂപിണ്യൈ നമഃ. ആത്മസാക്ഷാത്കാരമാണ് ശിവശക്തി ഐക്യം. ചിത്തത്തിനെ ശിവത്തിൽ രണ്ടില്ലാതെ അഭിന്നമായിരുപ്പോം അരുണാചല. അതിൻ്റെ സാർത്ഥകത്വമാണ് അവിടെ. അത് സാർത്ഥകമായിട്ട് തീരുന്നു അവിടെ വരുമ്പോൾ. ശ്രുത്യൈ നമഃ. ശ്രുതിയാണത്. ശ്രുതിയാണ് ഔവൈ, വേദമാതാവ്, ഉപനിഷത്ത് മാതാവ്. അവൾ എന്ത് ചെയ്യുന്നു? തത്വമസി എന്ന് ഉപദേശിക്കും. നീ അതാണ്, നിന്റെ സ്വരൂപത്തിനെ അറിയുക. അഹം ബ്രഹ്മാസ്മി, ഞാൻ എന്നുള്ളത് ബ്രഹ്മമാണ്, ചൈതന്യമാണ്. പ്രജ്ഞാനം ബ്രഹ്മ, ഉള്ളില് ശുദ്ധബോധമായിട്ടിരിക്കുന്നത് ബ്രഹ്മമാണ്. സർവം ഖലുവിദം ബ്രഹ്മ. ഇതൊക്കെ ശ്രുതിമാതാ തരുന്ന പാലാണെന്നാണ്. ഇതാണ് പാല്. ഈ പാല് കുടിക്കുമ്പോഴാണ് ജനന മരണങ്ങളെ കടന്നു പോകുന്നത്. തപസ്തന്യം മന്യേ ധരണിധര കന്യേ ഹൃദയതഃ പയഃ പാരാവാരം പരിവഹതി സാരസ്വതൈവ ദയാവത്യാ ദത്തം ദ്രവിഡശിശുഃ ആസ്വാദ്യ തവ യത് കവീനാം പ്രൗഢാനാം അജനികമനീയഃ കവയിതാ. സാരസ്വതമാണ് എന്നുവെച്ചാൽ അറിവാണ്, ജ്ഞാനമാണ് ഈ പാല്. ആത്മജ്ഞാനമാവുന്ന പാല് കൊടുത്തു. ആത്മജ്ഞാനമാവുന്ന പാല് കൊടുക്കുന്ന ഒരു അമ്മ. ആ അമ്മയായിട്ട് എനിക്ക് അനുഗ്രഹിക്കുന്നു. അമ്മ പാല് കൊടുക്കണം. എന്തു പാലാണ് വേണ്ടത്? ആത്മജ്ഞാനമാവുന്ന പാല് തരണം. ആത്മവിദ്യയാവുന്ന പാല് തന്ന് ഋഷിയാക്കി തീർക്കുക. കവി എന്ന് പറഞ്ഞാൽ ഋഷി. അരുളൈ തന്ത് എന്നെ ആളുവത്, എന്നെ രക്ഷിക്കുക. ആളുക എന്ന് വെച്ചാൽ രക്ഷിക്കുക. വേറെ ഒരു വിധത്തിൽ രക്ഷിക്കാൻ പറ്റില്ല. കപില ഭഗവാൻ ദേവഹൂതിക്കും കശ്യപ പ്രജാപതിക്കും കർദമ പ്രജാപതിക്കും പുത്രനായിട്ട് ജനിച്ചു. കർദമ പ്രജാപതി
കപിലൻ കുറച്ച് വലുതായപ്പോൾ സന്യാസിയായിട്ട് പുറപ്പെട്ടു പോയി. അപ്പോൾ അമ്മ ഉണ്ടല്ലോ ഇവിടെ, ഈ അമ്മയ്ക്ക് ആരെങ്കിലും എന്തെങ്കിലും ഉപകാരം വേണ്ടേ? അപ്പോൾ കപിലൻ പറയാണ്, ധൈര്യമായിട്ട് പോയിക്കോളാം, തിരിഞ്ഞു നോക്കേ വേണ്ട, അങ്ങ് സ്വതന്ത്രമായിട്ട് പോകൂ, അമ്മയെ ഞാൻ രക്ഷിക്കാം. എങ്ങനെ രക്ഷിക്കുമെന്ന് വെച്ചാൽ മാത്ര ആധ്യാത്മികീം വിദ്യാം ശമനീം സർവകർമ്മണാം വിതരിഷ്യേയാ ചാസോ ഭയം ചാതിതരിഷ്യതി. അമ്മയെ രക്ഷിക്കുക എന്ന് വെച്ചാൽ ആർക്കും ആരെയും രക്ഷിക്കാൻ പറ്റില്ല. ഞാൻ നിങ്ങളെ നോക്കിക്കൊള്ളാം നോക്കാന്ന് പറഞ്ഞ ആൾ മുൻപേ മരിച്ചു പോയില്ല എന്ന് ആർക്കറിയാം? ഇനിയിപ്പോൾ വല്ല മാറാത്ത വ്യാധി വന്നാൽ എന്ത് നോക്കാനേ പറ്റുള്ളൂ? പല ആളുകളും വയസ്സായിട്ട് മക്കളുണ്ട്, അച്ഛനെയും അമ്മയൊക്കെ നോക്കാനുണ്ട്, പല വിധത്തിൽ കംപ്ലൈൻ്റാണ്, അവരെ കൊണ്ട് പറ്റണില്ല. ചിലപ്പോൾ അച്ഛനമ്മയ്ക്ക് 95 വയസ്സൊക്കെ ആവും, മകനും ആയിട്ടുണ്ടാവും ഒരു 10-70 വയസ്സ്. ഏറെ കുട്ടികളൊന്നുമില്ല. ഒരുപാട് പ്രശ്നങ്ങളാണ്. നമ്മൾ വിചാരിക്കുക അങ്ങനെയൊക്കെ ആണെങ്കിൽ ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും, ഒന്നുമില്ല. ചിലപ്പോൾ വയസ്സായിട്ട് അവർ മക്കൾ മരിച്ചു പോണത് കാണേണ്ടി വരും. ഒരുപാട് കാലം ആയുസോടെ ഇരുന്നാൽ ഇതൊക്കെ കാണേണ്ടി വരും. വളരെ ജടിലമാണ് ലൗകിക ജീവിതം. ഇതൊക്കെ മുമ്പിൽ കാണുമ്പോൾ ഇതിനൊക്കെ എന്താ പരിഹാരം? എങ്ങനെ രക്ഷിക്കും? ഇനിയിപ്പോൾ പല ശരീരത്തിൽ വേദന, പലവിധ ബുദ്ധിമുട്ടുകൾ, എന്ത് രക്ഷിക്കാൻ പറ്റും? ഡോക്ടറെ കൂട്ടിക്കൊണ്ടുവരാം, ആസ്പത്രിക്ക് കൊണ്ടുപോകാം. ചില അച്ഛന്മാരൊക്കെ പറയുന്നത് ആസ്പത്രിയിൽ പോയിട്ട് അവർ പറയാം ഒന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന്. വിടില്ല. മക്കളെ കാണാൻ പറ്റുമോ? അതും വിടില്ല. ജനനത്തിനുള്ള പനിഷ്മെൻ്റാണ്. മക്കളെ കാണാൻ പറ്റില്ല, ആരെയും കാണാൻ പറ്റില്ല. അവരെ തന്നെ അച്ഛ അമ്മ എന്നൊക്കെ വിളിക്കേണ്ടവരിപ്പോൾ അവിടെ ഉള്ളവർ തന്നെ, അവരെ തന്നെ, വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ സമാധാനമായിട്ടിരിക്കണമെങ്കിൽ എന്താ വഴി? മാത്ര ആധ്യാത്മികയും വിദ്യാം വിതരിഷ്യേ. അമ്മയ്ക്ക് ഞാൻ ഈ അധ്യാത്മവിദ്യയെ ഉപദേശിച്ചു കൊടുക്കാം എന്നാണ് കപിലൻ പറയുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാലോ ഭയം ച അതിതരിഷ്യതി. ഭയത്തിനെ ഇവൾ കടന്നു പോകും. ഭയം ഇല്ലാത്ത അവസ്ഥയെ അവൾ പ്രാപിക്കും. ഇതാണ് രക്ഷ. അപ്പോൾ സ്വതന്ത്രമാണ്. ഇനിയിപ്പോൾ മകനുണ്ടോ ഇല്ലയോ, ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ, ധൈര്യമായിട്ടിരിക്കും. ആരും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒരു കംപ്ലൈൻറ്റും ഇല്ല. എന്നെ നോക്കാൻ ആളില്ല, അതില്ല, അതില്ല, ഒന്നും പറയില്ല. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു ഇരിക്കുമ്പോഴും ഒരു ധൈര്യം, അഭയം വരും. ഒരു ഫിയർലെസ്നെസ് വെൽക്കം വരണം. അതിനാണ് ഈ അറിവ്. ഈ അറിവിൻ്റെ പ്രയോജനം അഭയമാണ്. അത് എത്ര കണ്ട് ഈ അറിവിനെ നമ്മൾ ഉള്ളിൽ മരുന്ന് പോലെ കഴിക്കുന്നു, അത്ര കണ്ട് അഭയം. ഈ അറിവിനെ ഉള്ളിൽ പ്രയോഗിച്ച് ആരും ഇല്ലെങ്കിലും കംപ്ലൈൻറ്റ് പറയാൻ പാടില്ല. ഒരാൾ നോക്കാനില്ല, തിരിഞ്ഞു നോക്കണില്ല, ഒന്നും പറയാൻ പാടില്ല. ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ലെങ്കിൽ ആര് വേണമെങ്കിൽ നോക്കും. ഈ കംപ്ലൈൻറ്റ് പറയുന്ന ആളുകളെ കണ്ട ആളുകൾ തലയിൽ തുണ്ടിട്ടിട്ട് തുണി ഇട്ടിട്ട് പോകും. അവിടെ പോയി കഴിഞ്ഞാൽ പെറുന്ന് പറയുന്നു വന്നിട്ട് തന്നെ പോലില്ല. ഒരു കംപ്ലൈൻറ്റും ഇല്ലെങ്കിൽ ആളുകൾ വരും. വരണവർക്കൊക്കെ ഇത്തിരി കുറച്ച് നല്ല കഥകളും ഭഗവത് കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുത്തുള്ള ആളുകൾ വരും. എല്ലാവരും സ്വാർത്ഥരാണ്. എല്ലാവരും എന്തെങ്കിലുമൊക്കെ കിട്ടിയാലേ വരുള്ളൂ. എല്ലാവരും എങ്ങനെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നിനും വയ്യാതാവുമ്പോഴും കൊടുക്കാൻ വല്ലതും ഉണ്ടാവണം. പഴയ കാലത്ത് ഈ വയസ്സായവർക്ക് ഒരു ടെക്നിക്ക് ഉണ്ട്. അവരെന്തെങ്കിലുമൊക്കെ ഈ ചെറിയ മുട്ടായൊക്കെ വെച്ചുകൊണ്ടിരിക്കും, കുട്ടികളെ കാണുമ്പോൾ കൊടുക്കാൻ. അല്ലെങ്കിൽ കുട്ടികളെ തിരിഞ്ഞു നോക്കില്ല, ഉമ്മർത്തിരുന്ന് വാടാന്ന് പറഞ്ഞിട്ട് ഇത് കൊടുക്കും. അപ്പോൾ ആ മുത്തശ്ശൻ്റെ അടുത്ത് പോയാൽ മുട്ടായി കിട്ടും, ഇവിടെ പോയാൽ. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്ന ടെക്നിക്കാണെന്ന്. കാരണം അല്ലെങ്കിൽ ഇവർ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും, തിരിഞ്ഞേ നോക്കില്ല. വാർത്താം പൃച്ഛതി കോപിന ഗേഹേ എന്ന് പറഞ്ഞു ശങ്കരാചാര്യ. വീട്ടിലുള്ളവർ തിരിഞ്ഞു നോക്കണില്ല.
എന്താ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കണില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ധൈര്യം വരണമെങ്കിൽ അമ്മയും അപ്പനും ബന്ധുവും ഒക്കെ ആയിട്ട് ഭഗവാനെ നിരന്തരം അനുഭവിക്കാൻ കഴിയുമെങ്കിൽ ഏകാന്തതയുടെ ഭയമില്ല. സുഖമായിട്ട് ആ ഭാഗവതമൊക്കെ വായിച്ച് സത്സംഗമൊക്കെ കേട്ട് ചിലർ പറയുന്നുണ്ട് ആനന്ദമായിട്ടിരിക്കണമെന്ന് പറയുന്നുണ്ട്. വയസ്സായ ആളുകൾ ചിലർ പറയണം ആനന്ദമായിട്ടിരിക്കണം. ഇതൊക്കെ കേൾക്കാൻ കഴിയുന്നുണ്ട്. ഇതിന് പോസിറ്റീവ് യൂസാണ്. അപ്പോൾ മൊബൈലിലൊക്കെ അവർക്കത് ഓൺ ചെയ്യാനോ ഓഫ് ചെയ്യാനോ ഒക്കെ അത് അറിഞ്ഞു. ഭാഗവതം കേൾക്കാം, ഗീത കേൾക്കാം, ഉപനിഷത്ത് കേൾക്കാം, ഇങ്ങനെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ. ഇതൊക്കെ കേട്ടിട്ടും വായിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നാമം ജപിക്കാം, ഇത്തിരി വയ്യെങ്കിൽ റെസ്റ്റ് എടുക്കാം. ഒരു കംപ്ലൈൻറ്റും പറയാതെ ഈ വയസ്സായ ആളുകൾ ഇങ്ങനെ സമാധാനമായിട്ടിരിക്കുമ്പോൾ വീട്ടിലുള്ളവർക്ക് സമാധാനം. അവരും അപ്പോൾ ഒന്നും കുഴപ്പമൊന്നുമില്ല, അവർ സന്തോഷം. ഇല്ലെങ്കിൽ നാട്ടുകാർ പോലും അന്വേഷിക്കാൻ വരും അങ്ങനെ ഇരിക്കുന്ന ആൾ. അപ്പോൾ ഇതാണ് അതിൻ്റെ രഹസ്യം. അപ്പോൾ ആളുവത് എന്ന് പറഞ്ഞാൽ രക്ഷിക്കുക എന്നർത്ഥം. രക്ഷ എങ്ങനെയാ? ഈ സത്യം അറിയുന്നത് കൊണ്ടാണ് രക്ഷ. ഈ അറിവ് അധ്യാത്മസാധന സിദ്ധിക്കുന്നത് രക്ഷയാണ്. ഒരു ജപനിഷ്ഠ വന്ന രക്ഷയാണ്. നമുക്കൊന്നുമില്ലെങ്കിലും ജപിച്ചുകൊണ്ട് ശാന്തമായിട്ടിരിക്കാൻ പറ്റുമെങ്കിൽ രക്ഷയാണ്. ആളുവത് ഉൻ കടൻ അരുണാചല, എനിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ എന്നെ രക്ഷിക്കണം, എനിക്ക് ശാന്തി നൽകണം, എനിക്ക് സമാധാനം തരണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതാണ് ഔവൈ പോൽ എനക്കുൻ അരുളൈ തന്ത് എന്നെ ആളുവത് ഉൻ കടൻ അരുണാചലം. ഇത് ഈ പാട്ട് നമ്മളുടെ ഹൃദയത്തിലിരിക്കണം. ഈശ്വരൻ്റെ മുമ്പിൽ പോകുമ്പോൾ ശങ്കരാചാര്യരും പറഞ്ഞു, മാതാച്ച പാർവതീദേവി പിതാദേവോ മഹേശ്വര ബാന്ധവാ ശിവഭക്താശ്ച സ്വദേശോ ഭുവനത്രയം. എല്ലാം അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ 3 ലോകവും സ്വദേശമാണ്. ജഗത്ത് മുഴുവൻ സമ്പൂർണം ജഗദേവനന്ദനവനം സർവേപി കൽപദ്രുമാ ഗാംഗം വാരി സമസ്തവാരി നിവഹാഃ പുണ്യാ സമസ്താഃ ക്രിയാഃ. ഈ ശ്രുതിമാതാവിനെ അനുസരിച്ച് ആ അമ്മയെ ആശ്രയിക്കുമ്പോൾ രക്ഷയുണ്ടാവും. ജ്ഞാനമാണ് രക്ഷ, ആത്മജ്ഞാനമാണ് രക്ഷ. ശ്രോതവ്യ മന്തവ്യ നിധിധ്യാസിതവ്യ. ഈ ആത്മജ്ഞാനമാവുന്ന രക്ഷ വരുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള കണ്ണ് തുറക്കും. കണ്ണുക്ക് കണ്ണായി കണ്ണിன்றி കാണുനെ കാണുവത് എവർ പാർ അരുണാചൽ. അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിന്നു കണ്ണ്, മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവ് ആനന്ദവെന്തു ഹരി നാരായണായ നമഃ. എല്ലാത്തിനും കണ്ണായിട്ട് ഒരു കണ്ണ്. പ്രജ്ഞാനേത്രോ വൈ ലോകഃ. പ്രജ്ഞയാകുന്ന കണ്ണ്, പ്രജ്ഞാനം, പ്രജ്ഞാനചക്ഷു, ബോധചക്ഷു, അറിവാകുന്ന കണ്ണ് തുറന്നവൻ. ആ കണ്ണാണ് ഭഗവാൻ അടുത്ത പാട്ടിൽ പറയണത്. വളരെ ആഴമായ പാട്ടാണ്, ഉപനിഷത്താണ്. ഇത് വേറെ ഒരു പാട്ടിലും വരും. വിണ്ണാദിയ വിളക്കും കണ്ണാദിയ പൊറിക്കും കണ്ണാം മന കണ്ണുക്കും കണ്ണാം മന വിണ്ണുക്കും വിണ്ണായി വേறு ஒரு பொருள் எண்ணாதிருந்தபடி உள்நாடு உளத்து ஒளிரும் அண்ணாமலை என் ஆன்மா കാണുമേ അരുളും വേണുമേ അൻപ് പൂണുമേ ഇൻപ് തോന്നുമേ അയ്യേ അതിസുലഭം ആത്മവിത്തൈ. എല്ലാത്തിനും കണ്ണായിട്ടിരിക്കുന്നത് ആ കണ്ണ് ഭിന്നാണെന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ആകാശമാണ്. ആ കണ്ണ് അനന്തമായ കണ്ണാണ്.
സാ ദൃഷ്ടിരേക അനവധിർഹി പൂർണ്ണ. ആ ദൃഷ്ടി അവധിയില്ലാത്തതാണ്, നിരവധി ദൃഷ്ടി. അന്തമില്ലാ കൺ, അന്തമില്ലാ കൺ. അപ്പം അവിടെ ദൃഷ്ടി ആകാശം പോലെ പരന്ന് നിൽക്കുന്ന ദൃഷ്ടിയാണ്. ആകാശം എന്ന് വെച്ചാൽ സ്പേസ്, ഡിസ്റ്റൻസിൽ അദ്വൈതമാണ്, ബോധമാണ് കൺ. ആ ദർശനത്തിനെ അടുത്ത പാട്ടിൽ ഭഗവാൻ പറയണം. അത് നമ്മൾ നാളെ കാണും. അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല. യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി. യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാമാത്മനാഥം രമണം ഭജാമി. അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല, 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 അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല. നിജ ജനമാനസനായക ജയ ഹേ ജയ അരുണാചല രമണ. നിജ ജനമാനസനായക ജയ ഹേ ജയ അരുണാചല രമണ. സന്താപതാപ വിനാശക കരുണാ വരുണാലയ പൂരിത നയന. ശിവ ശിവ ശാന്ത പ്രപഞ്ച വിഹീന സമാന സദാദ്വയ ബോധ. ജയ അരുണാചല രമണ. ജയ ജയ മുനിരുത ചരണ. ജയ അരുണാചല രമണ. സ്വാ
आत्मबोध सुख सारग संवृत सरोज दल समनयना सामज मदवर गमना स्वरूप रसयुत वचना जय अरुणाचल रमणा ब्रह्मबोधकर वीक्षण किरणा ज्ञान दिवाकर वदना शांत प्रसन्न गंभीर कृपानव पूरित पावन हृदया जय अरुणाचल रमणा जय अरुणाचल रमणा